സ്മൃതി പരുത്തിക്കാട്. നമസ്കാരം. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്ന കളിക്കാർ ടീമിലുണ്ടാകുമ്പോൾ മത്സരങ്ങൾ ജയിക്കാനാകില്ല എന്നാണ് ഇന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്. കേരളത്തിലെ മുഖ്യമന്ത്രി സമാനമായ രീതിയിൽ ഒളിച്ചു കളിക്കുന്ന ആളെന്ന് പിണറായിക്കെതിരെ കടുപ്പിക്കുകയാണ്. പോരിൽ ഹരം കൊണ്ട് മോദിയുടെ പ്രതികരണവും വന്നു. പിണറായിയുടെ രാഹുലിനോടുള്ള വിമർശനം തന്റേതിനേക്കാൾ കടുത്ത ഭാഷയിലാണെന്ന്. സംസ്ഥാനം വിധി എഴുതാൻ ഇനി 5 ദിവസം മാത്രം ബാക്കി നിൽക്കെ ഇതെന്തു പോര് എന്നാണ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ CPM പ്രതിനിധി VPP മുസ്തഫ, കോൺഗ്രസിൽ നിന്നും KP നൌഷാദ് അലി, BJPയിൽ നിന്ന് KA ഗണേഷ് എന്നിവരാണ്. ആദ്യം ശ്രീ VPP മുസ്തഫ, ഇനി 5 ദിവസമേയുള്ളൂ. കേരളത്തിലെ ജനങ്ങളോട് നിങ്ങൾ എന്താണ് പറയുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ, ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വന്നതിന് ശേഷം മാത്രമൊന്നുമല്ല, മോഡി ഗവൺമെന്റിന്റെ തുടക്കം മുതൽ പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന് നേതൃത്വം നൽകുന്ന CPIM കടുത്ത നിലയിൽ മോഡി ഭരണം രാജ്യത്തിന് ഏൽപ്പിച്ച പരിക്കുകളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ആർക്കും സംശയമില്ലല്ലോ. ഏറ്റവും ശക്തമായ നിലയിൽ അതിനെ ആശയപരമായി, പ്രത്യയശാസ്ത്രപരമായി എല്ലാ മേഖലകളിലും എതിർത്തുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ മുന്നിൽ ഏറ്റവും കൃത്യവും വ്യക്തവുമാണ് അജണ്ട. അത് നരേന്ദ്രമോദിയുടെ ഫാഷിസത്തിലേക്ക് നയിക്കുന്ന RSSനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഈ വർഗീയ കൂട്ടുകെട്ട് ഭരണം അവസാനിപ്പിക്കണം. ഇന്ത്യയുടെ ജനാധിപത്യവും മതനിരപേക്ഷതയും ഭരണഘടനാ മൂല്യങ്ങളും സംരക്ഷിക്കപ്പെടണം. ഈ മിനിമം അജണ്ടയുടെ അല്ലെങ്കിൽ മാക്സിമം അജണ്ടയുടെ മുന്നിൽ നിന്നുകൊണ്ടാണ് CPIM രാജ്യത്തുടനീളം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ശേഷിയുള്ള, ഞങ്ങൾക്ക് സാധ്യതയുള്ള എല്ലായിടത്തും ഞങ്ങൾ ഈ അജണ്ട തന്നെയാണ് വെച്ച് പ്രവർത്തിക്കുന്നത്. കേരളത്തിലും ആ രാഷ്ട്രീയമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ അതിശക്തമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മുസ്തഫ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാഹുലിനെതിരായ മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങളാണല്ലോ കേൾക്കുന്നത്. ഇന്നിപ്പോൾ അദ്ദേഹം പറഞ്ഞത് രാഹുലിന്റെ മതനിരപേക്ഷ മനസ്സിനെ സംശയിച്ചുകൊണ്ടുള്ള വാചകങ്ങളാണ്. അപ്പോൾ മതനിരപേക്ഷമല്ലാത്ത ഒരു പാർട്ടിയുമായിട്ടാണോ നിങ്ങൾ സഖ്യത്തിലാകുന്നത്? അവരുമായിട്ടാണോ സഹകരിക്കുന്നത്? അല്ല, കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വത്തെ കുറിച്ച് ഞങ്ങൾ ഇന്ന് മാത്രമാണോ പറയുന്നത്? മുഖ്യമന്ത്രി ഇന്ന് മാത്രമാണോ അതിനെക്കുറിച്ച് പറയുന്നത്? BJPയുടെ തീവ്ര വർഗീയതയെ നേരിടാൻ കോൺഗ്രസ് മൃദു വർഗീയതയെ സ്വീകരിക്കുന്നു എന്ന് ഞങ്ങൾ നേരത്തെ തന്നെ ഉയർത്തിയിട്ടുള്ള വിമർശനമല്ലേ? കോൺഗ്രസിന്റെ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും എല്ലാം കോൺഗ്രസിന്റെ വർത്തമാനകാല നേതൃത്വം ആ നിലയിൽ ഉൾക്കൊള്ളുന്നില്ല. ഇത് ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള വിമർശനമല്ലേ? ഇപ്പൊ നിങ്ങൾ പറയുന്നത് കേട്ടാ തോന്നും ഇന്നെന്തോ മുഖ്യമന്ത്രി പറഞ്ഞു. നിങ്ങൾ കാണേണ്ട എന്താ, രാഹുൽ ഗാന്ധി എന്നുള്ള വ്യക്തിയല്ലല്ലോ വിമർശിക്കുന്നത്, കോൺഗ്രസിന്റെ സമീപനങ്ങളെയല്ലേ വിമർശിക്കുന്നത്. രാഹുൽ ഗാന്ധി എന്ന വ്യക്തിയിലേക്ക് വന്നതുകൊണ്ടാണല്ലോ ഈ ചർച്ചയുണ്ടാകുന്നത്. രാഹുൽ ഗാന്ധിയുടെ മറുപടിയും ആ രൂപത്തിലാണ്. അത് ഞാൻ കോൺഗ്രസിന്റെ പ്രതിനിധിയോട് ചോദിക്കും. രാഹുൽ എന്ന നേതാവിനെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് വിമർശനം. മോദിക്ക് പോലും തോന്നുകയാണ് നരേന്ദ്രമോദി ഇന്ന് പറഞ്ഞത് എന്നേക്കാൾ കടുത്ത ഭാഷയിൽ രാഹുലിനെ വിമർശിക്കുകയാണ് പിണറായി വിജയൻ എന്നാണ്. ഇതെന്ത് സഖ്യമെന്നാണ് ഇത് ജനങ്ങൾക്കും തോന്നാമല്ലോ. ഈ മുഖ്യമന്ത്രി കഴിഞ്ഞ ഒരു മാസത്തിലേറെ കാലമായി 15ഓളം ലോക്സഭാ മണ്ഡലങ്ങളിലെ പര്യടനം പൂർത്തിയാക്കി. അതിലെവിടെയെങ്കിലും ഈ 15 ലോക്സഭാ മണ്ഡലങ്ങളിലായി ഒരു ദിവസം അദ്ദേഹം 3 യോഗങ്ങളിൽ പ്രസംഗിക്കുന്നു. നിങ്ങൾ മാധ്യമങ്ങൾ അത് നൽകുന്നില്ല. നിങ്ങളുടെ പ്രത്യേക അജണ്ട വെച്ചിട്ട് മിക്കവാറും മുഖ്യധാരാ മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനമോ അദ്ദേഹം ഒരു ദിവസം നടത്തുന്ന 3 പ്രസംഗങ്ങളോ ഈ തെരഞ്ഞെടുപ്പ് കാലത്തേത് നേരത്തെ നൽകിയിരുന്നത് പോലെ നൽകുന്നില്ല. അതുകൊണ്ട് ആളുകൾ ഇത് അറിയാതെയോ കേൾക്കാതെയോ പോകുന്നില്ലല്ലോ. താങ്കൾ ഉൾപ്പെടെ അവതാരക എന്നുള്ളതിൽ, ഒരു മാധ്യമ പ്രവർത്തക എന്നുള്ളതിൽ താങ്കളും അത് പ്രക്ഷേപണം ചെയ്തില്ലെങ്കിലും അറിയുന്നുണ്ട്. ഈ 15 മണ്ഡലങ്ങളിലായി ഒരു ദിവസം 3 വെച്ച് ഏതാണ്ട് 45ഓളം പൊതുയോഗങ്ങളിൽ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായിട്ട് വിമർശിച്ചിട്ടുണ്ടോ? ആക്ഷേപിച്ചിട്ടുണ്ടോ? എപ്പോഴാ ഇന്നലെയും ഇന്നുമായിട്ട് ആ ടോൺ മാറിയത്? കണ്ണൂരിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തോടു കൂടിയല്ലേ? അപ്പൊ ആരാ തുടക്കമിട്ടത് അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള അറ്റാക്കിങ്ങിലേക്ക്? ആ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം, ഇന്നിപ്പോ മുഖ്യമന്ത്രിയുടെ പ്രസംഗം മഹാരാഷ്ട്രയിലെ യോഗത്തിൽ പ്രധാനമന്ത്രി കോട്ട് ചെയ്തത് താങ്കൾ സൂചിപ്പിച്ചു. കണ്ണൂരിലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം പ്രധാനമന്ത്രി കോട്ട് ചെയ്തിരുന്നില്ലേ? അത് താങ്കൾ അറിയാതെ പോയതാണോ? ത്രിപുരയിലാണ്. ത്രിപുരയിൽ പ്രസംഗിക്കുമ്പോ കണ്ണൂരിലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം വെച്ചിട്ട് പ്രധാനമന്ത്രി ചോദിച്ചത് എന്താ?
രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും പറയുന്നു കേന്ദ്ര സർക്കാർ മോഡി സർക്കാർ അന്വേഷണ ഏജൻസികളെ പ്രതിപക്ഷത്തിനെതിരെ ഉപയോഗിക്കുന്നു എന്ന്. എന്നാൽ അതേ പ്രതിപക്ഷത്തിന്റെ പ്രമുഖനായ നേതാവ് ചോദിക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ എന്തേ അറസ്റ്റ് ചെയ്യാത്തതെന്ന്. ത്രിപുരയിലെ പൊതുയോഗത്തിൽ കണ്ണൂരിലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കോട്ട് ചെയ്തിട്ടല്ലേ അദ്ദേഹം പ്രസംഗിച്ചത്. നിങ്ങൾ പറഞ്ഞാൽ കേട്ടാ തോന്നും ഇന്ന് പിണറായി പറഞ്ഞത് മാത്രമാണ് മോഡി കോട്ട് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പൊ അതിനാദ്യം അവസരം കൊടുത്തത് ആരാ? മോഡിക്കും BJPക്കും. ഇങ്ങനെ ഈ കേരളത്തിലെ രാഷ്ട്രീയ വിഷയങ്ങളെ വ്യക്തി കേന്ദ്രീതമാക്കിയിട്ട് മാറ്റുന്നതിന് ഇടം കൊടുത്തതാരാ? യഥാർത്ഥത്തിൽ പഴയ പേര് വിളിപ്പിക്കരുത് എന്ന് പിണറായി വിജയൻ പ്രസംഗിച്ചത് എന്നാണ് താങ്കൾ ന്യായീകരിക്കുന്നത്. KP നൗഷാദ് അലി പറയട്ടെ. ശ്രീ നൗഷാദ് അലി, ഇന്ത്യ മുന്നണിയുടെ, കോൺഗ്രസിന്റെ മാത്രമല്ല ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം കേന്ദ്ര ഏജൻസികളുടെ ദുരുപയോഗമാണ്. അത് നിങ്ങൾ ആവർത്തിച്ചു പറയുന്നതിനിടയ്ക്കാണ് കേരളത്തിലേക്ക് എന്താണ് കേന്ദ്ര ഏജൻസി വരാത്തതെന്നും കേരളത്തിലെ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തതും എന്ന ചോദ്യം. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണത്തിൽ നിന്ന് പിന്നാക്കാൻ പോവുകയാണോ? അതാണല്ലോ ത്രിപുരയിൽ മോദി പറഞ്ഞത്. ഇന്നിപ്പോൾ പ്രിയങ്ക ഗാന്ധിയും ഏറ്റുപിടിച്ചിരിക്കുന്നു അതേ കാര്യങ്ങൾ പിണറായിക്കെതിരെ. സ്മൃതി, നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. ഇവിടെ രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും മണിക്കൂറുകൾ ഈടി ചോദ്യം ചെയ്യുന്നു. DK ശിവകുമാറും P ചിദംബരവും ഒക്കെ 100ലധികം ദിവസം ജയിലിൽ കിടക്കുന്നു. സ്റ്റാലിൻ്റെ മന്ത്രിസഭാംഗങ്ങളെ വേട്ടയാടുന്നു. സമാനമായിട്ട് മമതാ ബാനർജിയുടെ പാർശ്വവർത്തികളെയൊക്കെ ED അറസ്റ്റ് ചെയ്യുന്നു. മഹാരാഷ്ട്രയിൽ NCPയുടെ ശിവസേനയുടെ പേര്, കൊടി, ചിഹ്നമൊക്കെ ഇവർ കടത്തിക്കൊണ്ടു പോകുന്നു. ഹേമന്ത് സോറൻ അറസ്റ്റ് ചെയ്യുന്നു, കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നു, മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഈ രാജ്യത്തുടനീളമുള്ള ഫറൂഖ് അബ്ദുള്ള അടക്കം, വയോധികനായ അദ്ദേഹം അടക്കമുള്ള ആളുകളെ ED ഇങ്ങനെ വട്ടത്തിൽ വേട്ടയാടുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ലൈഫ് മിഷൻ കോഴ കേസിലെ ചെയർമാനെ വെറുതെ വിട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ താഴെയുള്ള സഹപ്രവർത്തകൻ കേസിൽ ജയിലിലാകുന്നു. അതുപോലെ തന്നെ സ്വർണ്ണക്കടത്ത് കേസിൽ ജയിലിലാകുന്നയാളുടെ ഓഫീസിലെ ബോസിന് ഒരു സമൻസ് പോലും പോകുന്നില്ല. ഇത്തരത്തിൽ കൺഫസ് സ്റ്റേറ്റ്മെൻറ്റ് താൻ നൽകി എന്ന് ഒരു പ്രതി പുറത്തു വന്ന് പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞിട്ടും ആർക്കെതിരെയാണോ നൽകിയത് ആ ദിശയിൽ ഒരു അന്വേഷണവും നടക്കുന്നില്ല. ഇതേപോലെയുള്ള കൺഫസ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അരവിന്ദ് കെജ്രിവാളിനേക്ക് ജയിലിൽ, മനീഷ് സിസോദിയൊക്കെ ജയിലിൽ കൊടുക്കാൻ ഇവർ ഉപയോഗിച്ചത് എന്ന് ചേർത്ത് വായിക്കണം. അപ്പം ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അന്നം തിന്നുന്ന ആർക്കും ഒരു സന്ദേഹമുണ്ടാകും, ഇതെന്താ ഇവിടെ മാത്രം ഇങ്ങനെയെന്ന്. ആ സന്ദേഹം കേരളത്തിലെ ജനങ്ങൾ, കേരളത്തിലെ മതേതര ജനാധിപത്യ വിശ്വാസികളുടെയൊക്കെ മനസ്സിലുണ്ട്. കോൺഗ്രസിൻ്റെ നേതാക്കൾ പലപ്പോഴും അത് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ രാഹുൽ ഗാന്ധി അത്തരത്തിൽ പ്രകടിപ്പിക്കേണ്ടി വന്നൊരു സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം. അദ്ദേഹം സ്വമേധയാ പറഞ്ഞതല്ല. കാരണം അദ്ദേഹം പറയാൻ കാരണം കഴിഞ്ഞൊരു 10-30 ദിവസത്തിലധികമായിട്ട് രാഹുൽ ഗാന്ധിയെ നേരിട്ട് വേട്ടയാടിക്കൊണ്ട് അദ്ദേഹത്തിന് CAA കേസിൽ നിലപാടില്ല, അദ്ദേഹത്തിന് യൂണിഫോം സിവിൽ കോഡിൽ നിലപാടില്ല, അദ്ദേഹത്തിന് 370-ൽ നിലപാടില്ല, അദ്ദേഹം BJPക്കെതിരെ മൃദുസ്വരമാണ് എന്നൊക്കെയുള്ള ആളുകൾ കേട്ടാൽ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഇവർ നിർബാധം എടുത്തിട്ട് പ്രയോഗിക്കുകയാണ്. അപ്പം ഞങ്ങൾ പല തെളിവുകളും അതിന് പകരമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. കാരണം UCC 2012 വരെ രാജ്യത്ത് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്ന പാർട്ടിയാണ് CPM. ഞങ്ങൾ 65 കൊല്ലമായിട്ട് രാജ്യം ഭരിച്ചിട്ട് ആ ദിശയിലേക്ക് പോയിട്ടില്ല. ഇവിടുത്തെ CAA നിയമത്തിനെതിരെ രാഹുൽ ഗാന്ധി ഈ ഭാരത് ജോഡോ യാത്രയുടെ 2ാം ഘട്ടത്തിൽ ആസാമിൽ വെച്ച് പരസ്യമായിട്ടൊരു ഉദ്ഘോഷണം തന്നെ നടത്തിയതാണ്. ജാഹെ കുച്ച് ബി ഹോ ജായ് CAA നഹി ഹോഗ എന്ന്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് അത് അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു. ആ വാർത്തയൊക്കെ വന്നതിൻ്റെ പിറ്റേന്നും ഗോവിന്ദൻ മാഷ് നടത്തുന്ന പത്രസമ്മേളനത്തിൽ ഇദ്ദേഹം CAAക്കെതിരെ ഒരു വാക്ക് മിണ്ടിയോ എന്നാണ് ചോദിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ആദ്യ സന്ദർശന വേളയിൽ അദ്ദേഹം പറഞ്ഞത് ബീങ് ആൾ ഇൻഡിഫറൻസസ് ദേ ആർ അവർ ബ്രദേഴ്സ് എന്നാണ് കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് പറഞ്ഞത്. എന്നിട്ടും പിറ്റേ ദിവസം പത്രത്തിൽ മോദിക്കെതിരെ ദൃഢസ്വരം, സംസ്ഥാന സർക്കാരിനെതിരെ മൃദുസ്വരം എന്ന ഹെഡിങ് വരുമ്പോഴും ഇവർ പറയുകയാണ് രാഹുലിന് മോദിക്കെതിരെ തീവ്ര ശബ്ദങ്ങളില്ല, വിമർശിക്കുന്നില്ല എന്ന്. നിങ്ങൾ ഇവിടെ ഒരു സഖ്യമായി നിൽക്കുകയും ഒരുമിച്ച് പോരാടുകയും ചെയ്യുമ്പോൾ നിങ്ങൾ പ്രധാനമായും കേന്ദ്ര സർക്കാരിനെതിരെ, ഇവിടെ എന്ന് പറയുമ്പോൾ രാജ്യത്തെ തെരഞ്ഞെടുപ്പാണല്ലോ, അപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം കേന്ദ്ര ഏജൻസികളുടെ ദുരുപയോഗമാണെന്ന് വരുമ്പോൾ അതെന്തുകൊണ്ട് ഇവിടേക്ക് വരുന്നില്ല എന്ന ചോദ്യം നിങ്ങൾ ഉന്നയിക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെ രാഹുൽ ഇതുവരെ ചെയ്തിരുന്നില്ല. രാഹുൽ ഇതുവരെ ചെയ്യാത്ത ഒരു കാര്യത്തിലേക്ക് കടന്നത് കേരളത്തിലെ നേതാക്കളുടെ ഉപദേശം സ്വീകരിച്ചതുകൊണ്ടാണോ എന്നൊരു പൊതു സംശയമുണ്ട്. ഇന്നിപ്പോൾ പ്രിയങ്ക ഗാന്ധിയും അത് ആവർത്തിക്കുമ്പോൾ. അല്ല, അത് ഞാൻ പറയാം സ്മൃതി.
സ്മൃതി, ഈ രാഹുൽ ഗാന്ധി എന്ന മനുഷ്യൻ ഇതുവരെ അത് പറഞ്ഞില്ല എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ ശരിവെക്കുകയാണ്. ആ രാഹുൽ ഗാന്ധി പറയുന്നതിന് മുമ്പായിട്ട് ഒരു മാസം ഉടനീളം ഈ രാഹുൽ ഗാന്ധിക്ക് മോദി വിരുദ്ധതയിൽ, സംഘപരിവാർ വിരുദ്ധതയിൽ നിലപാടില്ല, ശബ്ദമില്ല എന്നിവർ ഇവിടെ വലിയ പ്രചരണം നടത്തുകയാണ്. അങ്ങനെ പ്രചരണം നടത്തുമ്പോൾ ഈ പറഞ്ഞ കേരളത്തിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് വ്യക്തിപരമായിട്ട് അതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ടേ? അതാണ് അദ്ദേഹം ചെയ്തത്. അപ്പോഴാണ് ഈ സംസ്ഥാനത്തുള്ളൊരു സന്ദേഹം അദ്ദേഹം പങ്കുവച്ചത്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ കൂട്ടായിട്ടൊരു യുദ്ധത്തിന് പോകുമ്പോൾ ഒരാൾ മാത്രം സംശയാസ്പദമായ നിലയിൽ ഇവിടെ അവശേഷിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ യുദ്ധം വിജയിക്കില്ല എന്നാണ് ഇന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്. അതിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞത്, ഈ രാജ്യം മുഴുവൻ പ്രതിപക്ഷ കക്ഷികളെ, നേതാക്കളെ, മുഖ്യമന്ത്രിമാരെ വേട്ടയാടുമ്പോൾ ഇവിടെ എല്ലാ സാഹചര്യം ഉണ്ടായിട്ടും വേട്ടയാടണമെന്നല്ല ഞങ്ങളുടെ അഭിപ്രായം. അങ്ങനെ വേട്ടയാടാതിരിക്കുന്നതിലെ ഒരു പൊരുത്തക്കേടുകൾ നമ്മൾ ചിന്തിച്ചു പോകും. ആരും അതിന് വലിയൊരു യുക്തിയുടെ ആവശ്യമില്ല. ആ യുക്തി ഞങ്ങളിവിടെ പ്രകടിപ്പിച്ചു എന്ന് മാത്രം. അല്ലാതെ നാളെ പിണറായി വിജയനെ പോയി ജയിലിലിട്ടാൽ അതിന് സന്തോഷിക്കുന്ന ആളുകളൊന്നുമല്ല. ഞങ്ങൾക്ക് രാഷ്ട്രീയമായ എതിർപ്പേ ഉള്ളൂ. അല്ലാതെ വ്യക്തിപരമായിട്ട് ആളുകൾ ഏതെങ്കിലും തരത്തിൽ ദ്രോഹിക്കപ്പെടണം, പീഡിപ്പിക്കപ്പെടണം എന്നല്ല അതിൻ്റെ അർത്ഥം. രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഒരു പൊതുധാര ഉണ്ടാവുമ്പോൾ ഇവിടെ ഒരു അപവാദം ഉണ്ടാകുന്നു, ഒരു എക്സെപ്ഷണൽ കേസ്, അത് സംശയാസ്പദമാണ് എന്ന് തീർച്ചയായിട്ടും ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ സെൽഫ് ക്ലാരിഫിക്കേഷന്റെ ഭാഗമായിട്ട് അത് ഉയർത്തുന്നു. അല്ലാതെ ഇവിടെ മറ്റു തരത്തിലേക്ക് അതിനെ നിങ്ങൾ വ്യാഖ്യാനിക്കേണ്ട. കേരളത്തിന്റെ പുറത്ത് നിങ്ങൾ പറഞ്ഞ മാതിരി 5 ഇടങ്ങളിൽ CPM-ഉമായിട്ട് ഞങ്ങൾ സഖ്യത്തിലാണ്. തമിഴ്നാട്ടിലും ബീഹാറിലും ത്രിപുരയിലും ബംഗാളിലും രാജസ്ഥാനിലും ഒക്കെ ഞങ്ങൾ BJP-ക്കെതിരെ സാധ്യമാവുന്നവരെ മുഴുവൻ ചേർത്ത് പിടിച്ചാ കൊണ്ടുപോകുന്നത്. അപ്പൊ കേരളത്തിൽ മാത്രം ഇവരുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അജണ്ട രാഹുൽ ഗാന്ധിയുടെ നെഞ്ഞത്തേക്ക് തിരിച്ചു വെച്ചത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്ന് മത്സരിക്കുമ്പോൾ പ്രത്യേകിച്ചും അദ്ദേഹത്തിന് അതിലൊരു വിശദീകരണം ജനങ്ങളുടെ മുമ്പാകെ നൽകണം. അല്ലെങ്കിൽ അവർ അതും ഒരു പിന്നെ കുറ്റാരോപണമൊക്കെ കണ്ടില്ലേ, ഞങ്ങൾ പറഞ്ഞിട്ട് വരെ അദ്ദേഹത്തിന് മിണ്ടാട്ടമില്ല, മൗനമാണ് എന്ന് പറയും. അപ്പൊ എങ്ങനെ പറഞ്ഞാലും ഇതിപ്പോ ഇറച്ചി തിന്നാല് ഉമ്മാന്റെ വാപ്പാന്റെ തല്ലുകെട്ട്, ഇല്ലെങ്കിൽ വാപ്പ പട്ടിയിറച്ചി എന്നൊക്കെ പറഞ്ഞ മാതിരിയാണ് ഇതിന്റെ അവസ്ഥ. അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളൂ. ശരി, ശ്രീ കെ ഗണേഷ്, ഇപ്പോൾ മോദി പറയുന്നത് എങ്ങനെ ഈ സഖ്യത്തെ വിശ്വസിക്കും എന്നുള്ളതാണ്. ഇവിടെ രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും പരസ്പരം പേര് പറഞ്ഞ് ആക്രമിക്കുമ്പോൾ അത് BJP-ക്ക് ഗുണം ചെയ്യുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? അല്ല, ഈ ജനങ്ങളുടെ ഇടയിൽ ഒരു സഖ്യമായി മത്സരിക്കുന്ന സമയത്ത് ആ സഖ്യത്തിലെ 2 പ്രധാന കക്ഷികൾ തമ്മിൽ ഒരു വിശ്വാസവും ഇല്ലാതെ പരസ്പരം പോരടിക്കുന്ന കാഴ്ച കേരളത്തിലെ ജനങ്ങൾ കുറേ ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം പിണറായി വിജയൻ വോട്ട് ചോദിക്കുന്നത് ആർക്കാണ്? ആരെ പ്രധാനമന്ത്രിയാക്കാനാണ്? രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാനാണ്. അല്ല, നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയാക്കാൻ പിണറായി വിജയൻ പ്രവർത്തിക്കില്ലല്ലോ. അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയും VD സതീശനും അതേപോലെ തന്നെ മറ്റുള്ള ആളുകളും ഇവരുടെ സഖ്യം ചേർന്നുകൊണ്ട് മത്സരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. അപ്പോൾ ഒരു വിശ്വാസ്യത ഇല്ലാത്ത സഖ്യമാണ് ഈ കേരളത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. കാരണം ജനങ്ങൾക്കറിയാം. ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ച കാര്യം അതുകൊണ്ടാണ്. ഇത്തരം ഒരു ഗതികെട്ട ഒരു സഖ്യം വേറെ ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടാവും? ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ഇത്രയേറെ ഗതികെട്ടവന്മാർ വേറെ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് സംശയമുണ്ട്. കാരണം അത്രയേറെ ഗതികെട്ട സഖ്യമാണ് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, രാഹുൽ ഗാന്ധിക്കെതിരെ അവർ ഒരുമിച്ചാണ് അവിടെ അല്ല സ്മൃതി, ഞാനല്ല ചോദ്യം ചോദിക്കേണ്ടത്. ഈ കേരളം എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്തിൽ വരുന്ന അടിസ്ഥാനത്തിലല്ലേ ഈ INDA IA എന്നൊക്കെ പറയുന്ന ഇതിൽ ഒരു എന്താ പറയുക, അവരുടെ വിശാലമായ അർത്ഥം എന്നൊക്കെ പറയുന്നത് ഈ കേരളം ഇല്ലാതെയാണോ? അത് കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയാണോ അവർ ഉദ്ദേശിക്കുന്നത്? കേരളം വേണ്ട എന്നാണോ ഈ സഖ്യത്തിൽ? അങ്ങനെയാണെങ്കിലും ഓക്കെ. കാരണം ഞങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇവർക്കൊരു വിശ്വാസ്യതയില്ലാത്ത സഖ്യമാണ്. എന്തിനാണ് നരേന്ദ്രമോദി വളരെ ഓപ്പണായിട്ട് കഴിഞ്ഞ 10 വർഷത്തെ അനുകൂലമായിട്ടുള്ള പ്രകടന പത്രികയും അതിൻ്റെ അടുത്ത 5 വർഷം എന്താണ് ചെയ്യാൻ പോകുന്നത്, ഈ സ്വാതന്ത്ര്യത്തിൻ്റെ 100-ാം വർഷം ആഘോഷിക്കുന്ന സമയത്ത് ഇന്ത്യ എവിടെ എത്തണം എന്നുള്ള കാഴ്ചപ്പാടുമൊക്കെ മുന്നോട്ട് വെച്ച് ഒരു 400 സീറ്റ് എന്നുള്ള ടാർഗറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവിടെ 2 സഖ്യങ്ങൾ തമ്മിൽ അടിപിടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. 2 സഖ്യങ്ങൾ തമ്മിൽ എന്താ പറയുക, പരസ്പരം പോരടിക്കുകയാണ്. പോര് കോഴികളെ പോലെ ഈ 2 സഖ്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു വശത്ത് നിങ്ങളെ പ്രതികൂട്ടിലാക്കിക്കൊണ്ടാണല്ലോ ഈ ആരോപണം ഉയരുന്നത്. നിങ്ങളോട് ആരാണ് യഥാർത്ഥത്തിൽ സഖ്യപ്പെട്ടിരിക്കുന്നത് എന്ന വിമർശനമാണല്ലോ ഉയരുന്നത്. അങ്ങനെ വരുമ്പോൾ പ്രിയങ്ക ഗാന്ധി ഇവിടെ പറയുന്നു ലൈഫ് മിഷൻ കേസുണ്ട്, സ്വർണ്ണക്കടത്ത് കേസുണ്ട്, കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന പല കേസുകളുണ്ട്. ഈ അന്വേഷണമെന്നും പ്രധാനപ്പെട്ട നേതാക്കളിലേക്ക് എന്തുകൊണ്ടും എത്തുന്നില്ല, മുഖ്യമന്ത്രിയിലേക്ക് എന്ന് തന്നെയാണ് പറയുന്നത്. എന്തുകൊണ്ട് എത്തുന്നില്ല എന്ന് ചോദിക്കുന്നു. നിങ്ങളിങ്ങനെ അന്വേഷണം നടത്തുന്നു എന്ന് പറയുന്നു. പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളുള്ള വേഗം ഇവിടെ ഉണ്ടാകാത്തത് ചില
നീക്കുപോക്കുകൾ ഉള്ളതുകൊണ്ടാണ് എന്ന് സ്വാഭാവികമായും കോൺഗ്രസ് സംശയിക്കുന്നു. അങ്ങനെ സംശയിക്കുമ്പോൾ കോൺഗ്രസിനുള്ള മറുപടി എന്താണ്? അവർ ആ സഖ്യം അവസാനിപ്പിച്ചു. അവർ പറയണം പിണറായി വിജയൻ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയാക്കാൻ ശ്രമിക്കുന്ന ആളാണ്, അതുകൊണ്ട് പിണറായി വിജയനെയും CPM-നെയും യെച്ചൂരിയെയും ഞങ്ങൾ ഈ സഖ്യത്തിൽ നിന്ന് പുറത്താക്കുന്നു. കേരളത്തിലെ ജനങ്ങളോട് വളരെ ഓപ്പണായിട്ട് പറയണം. അല്ലാതെ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞാൽ മാത്രം, കാരണം ഇല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ എന്താ വിശ്വസിക്കുക? കേരളത്തിലെ ജനങ്ങൾ എന്താ അതിന് എന്തടിസ്ഥാനത്തിലാണ് അവർക്ക് വോട്ട് ചെയ്യേണ്ടത്? കേരളത്തിലെ ജനങ്ങൾക്ക് വോട്ട് ഇപ്പോൾ ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞ കാര്യം തന്നെ, രാഹുൽ ഗാന്ധി ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അന്ന് വൈകിട്ട് ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി, കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചേർന്നിട്ട് അടുത്ത സ്ഥലത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കപ്പെടും. യാതൊരുവിധ സംശയവുമില്ല. കാരണം കേരളത്തിലെ ജനങ്ങളെ അല്ലെങ്കിൽ വയനാട്ടിലേക്ക് ജനങ്ങളെ വഞ്ചിക്കുകയാണ്. കേരളത്തിലെ ഈ പ്രബുദ്ധത അവകാശപ്പെടുന്ന പ്രബുദ്ധരായിട്ടുള്ള ഈ കേരളത്തിലെ ജനത വിഡ്ഢികളാക്കുന്ന സമീപനമാണ് ഈ രണ്ട് സഖ്യങ്ങളും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും നിങ്ങൾ ഞങ്ങളെ ഇവിടുന്ന് എന്താ പറയുക, ഒരാളെ പോലും, നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്ന ഒരാളെ പോലും നൽകാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. കാരണം പല കാരണങ്ങളുണ്ടാവാം, ഞാൻ ആ കാരണങ്ങളെ ഒന്നും വെട്ടിക്കീറി പരിശോധിക്കുന്നൊന്നുമില്ല. പക്ഷേ അതിനൊരു അവസരമാണ്, തിരുത്താൻ പറ്റിയ ഏറ്റവും നല്ല അവസരമാണ് ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വന്നിരിക്കുന്നത്. അത് തിരുത്താനുള്ള അവസരമായിരിക്കണം അത്. കാരണം ഇവിടെ ഏജൻസികളുടെ വേഗത്തെക്കുറിച്ച് വിശദീകരിക്കാമോ? മറ്റ് കേന്ദ്ര സംസ്ഥാനങ്ങളുടെ ഏജൻസികൾ എല്ലാ കാര്യം ഈ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ എന്നായിരുന്നു കേസെടുത്തത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കേസിന്റെ കാര്യങ്ങൾ. എന്നാ അവരെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടന്നത്? അപ്പം അന്വേഷണ ഏജൻസികൾക്ക് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അത് ഞാൻ അന്വേഷണ ഏജൻസികളുടെ വക്താവുമല്ല. അന്വേഷണ ഏജൻസികൾക്ക് അവരുടേതായ രീതികൾ ഉണ്ടാവും. അതിനനുസരിച്ചാണ് അവർ. ഇന്ന് പ്രധാനമന്ത്രി തന്നെ ആ ചോദ്യത്തിന് മാധ്യമങ്ങളോട് പറഞ്ഞല്ലോ, അല്ല അരവിന്ദ് കേജ്രിവാളിനെയും ഹേമന്ത് സോറനെയും അത് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രധാനമന്ത്രിയല്ല, ഇവിടുത്തെ അന്വേഷണ ഏജൻസികളാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞാൻ ചോദിക്കുന്നത്, ഇവരെ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണം എന്നാണോ നിങ്ങൾ പറയുന്നത്? പിണറായി വിജയനെ അറസ്റ്റ് ചെയ്താൽ നിങ്ങൾ എന്താണ് പറയുക? നിങ്ങൾ ചില സമയത്ത് പറയും ED വളരെ വേഗത്തിൽ പ്രവർത്തിക്കും, ഇഡിക്ക് അതിനുള്ള പ്രവർത്തിക്കാനുള്ള ശേഷിയുണ്ട്, EDക്ക് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന മട്ടിൽ പ്രധാനമന്ത്രി തന്നെ പ്രസംഗിക്കുകയാണ്. കരുവന്നൂർ കേസിൽ നോക്കിക്കോളൂ, കാര്യങ്ങൾ അതാ വേഗത്തിലാകാൻ പോകുന്നു എന്ന് അദ്ദേഹം പറയുന്നു. തൊട്ടു പിന്നാലെ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് ED. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. നിക്ഷേപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ ED റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. അപ്പോൾ EDയും പ്രധാനമന്ത്രിയും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നാണോ ഇപ്പോൾ താങ്കൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്? എന്താണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? അല്ല, ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നതല്ല. രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ സ്വതന്ത്രമായിട്ടുള്ള അന്വേഷണ ഏജൻസികൾ തന്നെയാണ്, അത് യാതൊരു സംശയവും വേണ്ട. അങ്ങനെ അന്വേഷണ ഏജൻസികളെ ഇടപെട്ടിട്ട് ചെയ്യുന്ന നിങ്ങൾ മാധ്യമങ്ങളും അതേപോലെ തന്നെ പ്രതിപക്ഷ സംഘടനകളും ഒക്കെ ഉന്നയിക്കുന്നതാണ്. കരുവന്നൂരിൽ സാധാരണക്കാരൻ്റെ പണമാണ്. സാധാരണക്കാരൻ അവൻ്റെ മരുന്ന് വാങ്ങാനും അതേപോലെ തന്നെ അവൻ്റെ മകളുടെയോ മകൻ്റെയോ കല്യാണത്തിന് വേണ്ടി സാധാരണക്കാരൻ സ്വരൂപിച്ച് വെച്ച പണമാണ് CPM-മാർ കൊള്ളയടിച്ചു കൊണ്ടുപോയിരിക്കുന്നത്. അത്രയും സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളിലേക്കാണ് നരേന്ദ്രമോദി ഇറങ്ങി വന്നിരിക്കുന്നത്. എന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾ വേഗത്തിലാക്കാൻ ശ്രമിക്കുമെന്നാണ് നരേന്ദ്രമോദി പറയുകയാണ്. ഞങ്ങൾ ഏറ്റെടുക്കുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ തൊഴിലിന് വേണ്ടി സമരം ചെയ്യുന്ന ആൾക്കാരെ നരേന്ദ്രമോദി കണ്ടത്. തൊഴിലിന് വേണ്ടി സമരം ചെയ്യുന്ന ആൾക്കാരെ എത്തി നോക്കാൻ പോലും സാധിക്കാത്ത ആളുകളാണ് DYFI ഓഫീസിന്റെ. തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് കരുവന്നൂരിലേക്ക് ഇറങ്ങി വരേണ്ട കാര്യമില്ലല്ലോ, സമയം ഉണ്ടായിരുന്നല്ലോ. തെരഞ്ഞെടുപ്പ് കാലത്തും തെരഞ്ഞെടുപ്പ് കാലത്തിന് ഇറങ്ങി വന്നതല്ല, അത് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഈ അന്വേഷിക്കുന്ന ഈ സമരം നടത്തുന്ന യുവാക്കളെ കണ്ടതും പോലും അത്തരത്തിലുള്ള കാര്യമാണ്. ഇവിടുത്തെ തൊട്ടടുത്ത് DYFI ഓഫീസിന്റെ വാച്ച്മാൻ ആയിക്കോളാനാണ് ഈ തൊഴിലിന് വേണ്ടി സമരം ചെയ്യുന്ന ആളുകളോട് DYFI നേതാക്കന്മാർ പറഞ്ഞു എന്നാണ് ഈ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു സമീപനം, അത്തരം ഒരു പുച്ഛത്തോടെയുള്ള സമീപനം അത് കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇവരുടെ വിശ്വാസയോഗ്യമല്ലാത്ത ഈ സഖ്യത്തെ കേരളത്തിലെ ജനങ്ങൾ റിജക്ട് ചെയ്യപ്പെടുക ചെയ്യും. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആ 2 അക്കം എന്ന് പറയുന്ന ഒരു മാന്ത്രിക സംഖ്യയിലേക്ക് എത്താൻ പറ്റുമെന്ന് നരേന്ദ്രമോദിയും ഞങ്ങളും ഒക്കെ വിശ്വാസപൂർവ്വം നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ചർച്ചയിലേക്ക്. ശ്രീ VPP മുസ്തഫ, താങ്കളിലേക്ക് ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് നമുക്ക് EP-യുടെ പ്രതികരണം കണ്ടിട്ട് വരാം. നാഷണൽ ഹെറാൾഡ് കോൺഗ്രസിന്റെ മുഖപത്രം 800 കോടിയുടെ അഴിമതിയാണ് നാഷണൽ ഹെറാൾഡ് അഴിമതി കേസ്, കള്ളപ്പണം വെളുപ്പിക്കൽ കേസ്. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്യുന്നില്ല? സ്വന്തം ചോദിച്ചതിന് ശേഷം പിണറായി വിജയന് നേരെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് നേരെ പറയുന്നതായിരിക്കും കുറേ കൂടി ശരി. വിദേശ രാജ്യങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്ന പാൽപ്പൊടിപ്പാൽ കുടിച്ച് വളർന്നതല്ല, കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ പട്ടിണി കിടന്ന് ദുരിതമനുഭവിച്ച് ആ ജനതയുടെ എല്ലാ ദുഃഖങ്ങളിലും പ്രശ്നങ്ങളിലും പങ്കാളികളായി വളർന്നു വന്ന നേതാവാണ് രാഹുൽ ഗാന്ധിയെ പോലെ അല്ല പിണറായി വിജയൻ. ശ്രീ VPP മുസ്തഫ,
ഇതെന്ത് രാഷ്ട്രീയമാണ് നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്? നാഷണൽ ഹെറാൾഡ് കേസിൽ 5 ദിവസങ്ങളിലായി 50 മണിക്കൂറാണ് രാഹുൽ ഗാന്ധിയെ ഇഡി ചോദ്യം ചെയ്തത്. അപ്പോൾ എന്താണ് CPM ഇക്കാര്യത്തിൽ ആഗ്രഹിക്കുന്നത്, ആവശ്യപ്പെടുന്നത്? തീർച്ചയായിട്ടും സ്മൃതി, നിങ്ങളുടെ ചോദ്യത്തിലേക്ക് വരാം, നൗഷാദ് അലി പറഞ്ഞതിലേക്കും വരാം. പക്ഷെ അതിനു മുമ്പേ BJP വക്താവ് ഞങ്ങളുടെ മുന്നണി ബന്ധത്തെക്കുറിച്ച് പറഞ്ഞ കാര്യത്തെക്കുറിച്ചൊന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. ഞങ്ങൾക്ക് ഒരു ഗതികേടുമില്ല. 2004 അനുഭവം ഈ രാജ്യത്തിന്റെ മുന്നിലുണ്ട്. അന്നും നിങ്ങളുടെ BJPയുടെ ഭരണം കഴിഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പായിരുന്നു. വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സൈനിക് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വലിയ പ്രചരണം നടത്തിയ കാർഗിൽ യുദ്ധവും അതുപോലെ ഗുജറാത്ത് വംശഹത്യയൊക്കെ നടത്തിയ ഭരണം അവസാനിക്കുന്ന തരത്തിലുള്ള തെരഞ്ഞെടുപ്പ്. അന്ന് കേരളത്തിലെ 20-ൽ 18 സീറ്റിൽ ഇടതുപക്ഷം ജയിച്ചു. തോൽപ്പിച്ചത് BJPയെയും അതിനേക്കാൾ വലിയ നിലയിൽ UDFനെയുമാണ്. കോൺഗ്രസിന്റെയും ലീഗിന്റെയും സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ചിട്ടാണ് LDFന്റെ 18 പേർ ജയിച്ചത്. എന്നിട്ട് അവിടെ ഒന്നാം UPA ഗവൺമെന്റ് മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നു. ഒരു കോമൺ മിനിമം പ്രോഗ്രാമിനെ അടിസ്ഥാനമാക്കി ഇടതുപക്ഷം ആ UPA ഗവൺമെന്റിന് പിന്തുണ കൊടുത്തു. 5 വർഷം അവർ അധികാരത്തിലിരുന്നു. ഒരു ഗതികേടും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ നല്ല അനുഭവമുണ്ട്. RSSനാൽ നിയന്ത്രിക്കപ്പെടുന്ന BJPയുടെ വർഗീയ ഫാഷിസത്തിനെതിരെ നേരത്തെ വാജ്പേയിയുടെ കാലത്ത് ഗുജറാത്ത് ഉൾപ്പെടെയുള്ള കലാപങ്ങൾ ഉണ്ടാക്കിയ അതുപോലത്തെ ഒരു ദുരന്തം 10 വർഷം രാജ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് അവസാനിപ്പിക്കാൻ എന്ത് നിലപാടെടുക്കണം? അവിടെ രാജ്യത്തെ എല്ലാ BJP ഇതര മതനിരപേക്ഷ ജനാധിപത്യ കക്ഷികളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരും. അതുകൊണ്ട് ഇപ്പോ ഇങ്ങനെ ഒരു ഇന്ത്യ കൂട്ടായ്മ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ടുണ്ടാകുന്ന ഒന്നല്ല. ഇത് 2004 ഈ രാജ്യത്ത് സംഭവിച്ചിട്ടുള്ളതും BJPയുടെ ഭരണത്തിന് ഗുജറാത്ത് കലാപം പോലെയുള്ള വംശീയഹത്യകൾ നടത്തിയിട്ടുള്ള അങ്ങേയറ്റത്തെ ജനദ്രോഹ ഭരണത്തിന് അന്ത്യം കുറിച്ചിട്ടുള്ളതുമാണ്. അവിടെ അന്ന് ഇടതുപക്ഷത്തിന് ആ നിലപാടെടുക്കാൻ കഴിഞ്ഞത് കേരളത്തിൽ നിന്ന് ഇടതുപക്ഷത്തിന് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ തെരഞ്ഞെടുപ്പാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ലോക്സഭയിലേക്ക് ഇടതുപക്ഷ MP-മാർ പോയത് 2004. അന്നും കോൺഗ്രസിനെയും ലീഗിനെയും തോൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ തോൽപ്പിച്ച ആ കോൺഗ്രസിന്റെയും ലീഗിന്റെയും കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ ഉൾപ്പെടെ അവിടെ മന്ത്രിമാരാകുകയും ചെയ്തു. ഞങ്ങൾ പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിലൊന്നും ഒരു ഗതികേടില്ല. അതൊക്കെ നിലപാടാണെന്ന്, അതിൻ്റെ ഒരു ആശയ വ്യക്തതയുണ്ട്. അതുകൊണ്ട് അതേസമയം നിങ്ങളുടെ മുന്നണിയുടെ അവസ്ഥ എന്താ? നിങ്ങൾ എന്താ ഇപ്പോ ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിനെ നിങ്ങളുടെ വേദിയിൽ കയറ്റാത്തത്? പ്രധാനമന്ത്രി പങ്കെടുത്ത വേദിയിൽ ബീഹാറിന്റെ മുഖ്യമന്ത്രി നിതീഷിനെ നിങ്ങൾ കയറ്റിയില്ലല്ലോ. കേരളത്തിലെ അവസ്ഥ എന്താ? നിങ്ങളുടെ മുന്നണി ഒറ്റയ്ക്ക് പോകുന്നുണ്ടോ? കാസർകോട്ടെ BJPയുടെ അവസ്ഥ എന്താ? നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീകാന്ത് കാസർകോട്ടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ ഇല്ലാത്തത്? അതുകൊണ്ട് ഗതിയില്ലാതെ അലയുന്നത് നിങ്ങളാണ്. നിങ്ങൾ അത് നേരെയാക്കൂ. താങ്കൾ ചോദിച്ച ചോദ്യം സ്മൃതി, താങ്കൾ ചോദിച്ച ചോദ്യം ആ ചോദ്യത്തിലേക്ക് വരുമ്പോ എന്താ വിഷയം? നിങ്ങൾ ഈ കാണുന്ന പോലെ ഞങ്ങള് ഈ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്ത ഘട്ടം 54 മണിക്കൂർ ചോദ്യം ചെയ്തു. അദ്ദേഹം തന്നെ വെളിപ്പെടുത്തി. എന്താണ് അന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പങ്കുവച്ചിരുന്ന നിലപാട്? 54 മണിക്കൂർ ചോദ്യം ചെയ്തിട്ടും എന്തേ രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തില്ല എന്നാണോ മുഖ്യമന്ത്രി അന്ന് എടുത്ത നിലപാടെന്താ? ആ സോഷ്യൽ മീഡിയയിലെ FB പേജിലെ പോസ്റ്റ് ഇപ്പോഴും താങ്കൾക്ക് കിട്ടുമല്ലോ. ഞാൻ ചോദിച്ചത് ഇന്ന് EP ജയരാജൻ LDF കൺവീനർ പറഞ്ഞതിനെ കുറിച്ചാണ്. അല്ല, താങ്കൾ ഇങ്ങനെ ഈ ചോദ്യം താങ്കൾ ചോദിച്ച ചോദ്യത്തിൽ തന്നെ ആ ചോദ്യം എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് നിൽക്കുന്നതല്ലോ. അല്ല, ശ്രീ VP മുസ്തഫ ഇന്ന് എന്ത് പറയുന്നു എന്നതാണല്ലോ ഇന്നലെ പറഞ്ഞതിനേക്കാൾ വിരുദ്ധമായി ഇന്നെന്ത് പറയുന്നു എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനം. ഇന്നത്തെ നിങ്ങളുടെ നിലപാടാണ് ചോദിച്ചത്. ഞങ്ങൾക്കൊരൊറ്റ നിലപാടേ ഉള്ളൂ. അത് അന്നും ഇന്നും ഒന്ന് തന്നെയാണ്. അത് തന്നെയാണ് ഇന്നും VPയും പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതായത് നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്യണം എന്നാണ്. താങ്കൾ ഒന്ന് വ്യക്തത തരൂ അതിൽ. ഇന്നലെ സഖാവ് P രാജീവിന്റെ വൈറ്റും നിങ്ങൾ കാണും, മാധ്യമങ്ങൾക്ക് നൽകി. എന്താ പറഞ്ഞത്? ഞങ്ങൾ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ED ഇങ്ങനെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തപ്പോൾ എന്നാൽ അവരെ എന്തേ അറസ്റ്റ് ചെയ്യാത്തത് എന്ന് ഞങ്ങൾ ചോദിച്ചിട്ടില്ലല്ലോ. ഞങ്ങളുടെ നിലപാട് അതല്ല. അത് ചോദിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഗൗരവത്തിലെടുക്കണ്ട എന്നതാണോ CPM എടുക്കുന്ന സമീപനം? എനിക്ക് EP യുടെ പ്രതികരണം, LDF കൺവീനറുടെ പ്രതികരണത്തോടുള്ള
CPM-ന്റെ വ്യക്തമായ കാഴ്ചപ്പാടാണ് അറിയേണ്ടത്? EPയെ ഗൗരവത്തിലെടുക്കേണ്ട എന്നുള്ളതാണോ? വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്ന പാൽപ്പൊടി കഴിച്ച് വളരുന്ന ഒരു യുവാവ് എന്ന രൂപത്തിൽ രാഹുൽ ഗാന്ധിയെ അവതരിപ്പിക്കുകയാണോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ സഖ്യത്തിൽ എന്താണ് രാഹുൽ ഗാന്ധി എന്ന നേതാവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? രാഹുൽ ഗാന്ധിയുടെ മതനിരപേക്ഷതയിൽ സംശയം, രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയ പ്രവർത്തനയിൽ സംശയം. പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് ഈ സഖ്യം? എന്തിനാണ് നിങ്ങൾക്ക് ഈ പിന്തുണ? കേരളത്തിന് പുറത്ത് എന്തിനാണ് രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ചുകൊണ്ട് വോട്ട് മേടിക്കുന്നത്? രാജസ്ഥാനിലെ സീക്കാറിൽ ഇന്നലെ നിങ്ങൾ അങ്ങനെയല്ലേ തെരഞ്ഞെടുപ്പ് നേരിട്ടത്? നിങ്ങൾ തമിഴ്നാട്ടിൽ DMK-യുടെ പിന്തുണ, അതോടൊപ്പം കോൺഗ്രസിനെയും പിന്തുണയാണല്ലോ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് പുറത്ത് രാഹുൽ സ്വീകാരനാകുന്നു, ഇവിടെ നിങ്ങൾക്ക് രാഹുൽ കുഴപ്പക്കാരൻ. ഞങ്ങളല്ലല്ലോ കുഴപ്പക്കാരനാക്കിയത്. ഞങ്ങൾക്ക് ഇപ്പോഴും വ്യക്തതയുണ്ട്. നിങ്ങൾ ഈ പറയുന്ന രാജസ്ഥാനിലും അതുപോലെ തമിഴ്നാട്ടിലും രാഹുൽ ഗാന്ധിയുടെ മാത്രം ചിത്രം വെച്ചിട്ടല്ല മാത്രം വേണ്ട. രാഹുൽ ഗാന്ധിയുടെ ചിത്രമുണ്ടോ ഇല്ലയോ? ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി രാഹുൽ ഗാന്ധിയുടെ ചിത്രമുണ്ടോ ഇല്ലയോ? രാഹുൽ ഗാന്ധിയുടെ ഒപ്പം വേറെ നേതാക്കളുടെ ചിത്രം ഉണ്ടയോ ഇല്ലയോ? രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ച് മാത്രം ഇല്ല. രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ചുകൊണ്ട് പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ചിത്രം ഒഴിവാക്കിക്കൊണ്ട് പോലും വോട്ട് ചോദിച്ചിട്ടുണ്ട്. അതൊരു വാർത്ത തന്നെയായിരുന്നു. തമിഴ്നാട്ടിൽ. അല്ല, സ്മൃതിയുടെ കണ്ണ് വല്ലാത്ത ഒരു കണ്ണാണ്. അതായത് നിരവധി നേതാക്കളുടെ ഫോട്ടോകളുള്ള പോസ്റ്ററിൽ നിന്ന് ഒരു ഫോട്ടോ മാത്രം കാണുകയും മറ്റ് നേതാക്കളുടെ ഫോട്ടോ കാണാതിരിക്കുകയും ചെയ്യുന്ന അപൂർവമായ ജനസിലുള്ള ഒരു കണ്ണ് വെച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ചിത്രം ഒഴിവാക്കി രാഹുൽ ഗാന്ധിയുടെ ചിത്രം മാത്രം വെച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ വോട്ട് ചോദിച്ചിട്ടുണ്ട്. അതൊരു വാർത്ത തന്നെയായിരുന്നു. ശ്രീ VPP മുസ്തഫ, എന്നോട് തർക്കിച്ചിട്ട് കാര്യമില്ല, ഉണ്ടായ സംഭവമാണ്. അല്ല, നിങ്ങളോട് തർക്കിക്കേണ്ട എന്ത് കാര്യമുള്ളത്? തർക്കത്തിനല്ലല്ലോ വന്നത്, സംവാദത്തിനല്ലേ വന്നത്. അതെ, ഉണ്ടായ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പറയേണ്ട കാര്യം ഉണ്ടായ കാര്യമാണ് പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞത് അല്ല, സ്മൃതി ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിൽ തർക്കിക്കാനൊന്നും വരുന്നതല്ല. സ്മൃതി ആരാ അങ്ങനെ തർക്കിക്കാൻ? ഞങ്ങൾ തർക്കിക്കാൻ? നിങ്ങളൊരു മാധ്യമ സ്ഥാപനത്തിലെ മാധ്യമ പ്രവർത്തക ഞങ്ങളുടെ പാർട്ടിയോട് ആവശ്യപ്പെട്ട് ചർച്ചയ്ക്ക് വിളിച്ചു. നമ്മൾ തമ്മിൽ നമ്മുടെ ആശയങ്ങൾ പങ്കുവെക്കുന്നു. അവിടെ തർക്കം എന്നുള്ള വാക്കൊന്നും ഉപയോഗിക്കണ്ട. നിങ്ങൾ തർക്കിച്ച് വാദിച്ച് സ്മൃതി ജയിച്ചു, CPM-ന്റെ പ്രതിനിധി തോറ്റു, അങ്ങനെയൊക്കെ വരുത്താമെന്നാണോ? അതൊക്കെയാണ് നിങ്ങളുടെയൊക്കെ ഈ ചർച്ചയുടെ വഴിതിരിച്ചു വിട്ടിട്ട് കാര്യമില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി ഉണ്ടോ എന്നുള്ളതാണ്. CPM-ൽ നിന്നും അതിലൊരു വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് എവിടെ അദ്ദേഹത്തെ സ്വീകാര്യനാകുന്നു, എവിടെ അദ്ദേഹം അസ്വീകാരനാകുന്നു എന്നുള്ളൊരു വ്യക്തത വേണ്ടേ? നിങ്ങൾ ജനങ്ങളോടാണല്ലോ സംസാരിക്കുന്നത് ആത്യന്തികമായി. അപ്പോൾ നിങ്ങൾ ഇവിടെ രാഹുലിനെ പറ്റി ഇത്രയധികം കുഴപ്പങ്ങൾ പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി എനിക്ക് തോന്നുന്നത് ഇന്ന് പിണറായി വിജയൻ പറഞ്ഞ കാര്യമാണ്. മതനിരപേക്ഷതയിൽ, രാഹുൽ ഗാന്ധിയുടെ മതനിരപേക്ഷതയിലാണ് സംശയം. അങ്ങനെ മതനിരപേക്ഷത സംശയിക്കുന്ന ഒരു നേതാവുമായിട്ടാണോ സഖ്യം? ആ നേതാവിന്റെ പാർട്ടിയുമായിട്ടാണോ? അതൊരു ചോദ്യമല്ലേ? ആ ചോദ്യം ചോദിച്ചുകൂടെ? ആ ചോദ്യത്തിനുള്ള ഉത്തരം തന്നെയാണ് ഞാൻ പറഞ്ഞത്. സ്മൃതി പറയുന്നത് കേട്ടാൽ തോന്നുക ഇന്നലെയും ഇന്നുമായിട്ടാണ് പിണറായി വിജയനും CPM-ഉം രാഹുൽ ഗാന്ധിയുടെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മൃദു വർഗീയതയെ കുറിച്ച് വിമർശിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെയല്ലല്ലോ വസ്തുത. 5 ദിവസം തെരഞ്ഞെടുപ്പിനുള്ളപ്പോൾ നിങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ നിങ്ങൾ മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ടും CPM-നാണ് അതിൽ കൂടുതൽ കരുത്ത് എന്ന് നിങ്ങൾ പറയുമ്പോൾ, CAA വിഷയം കോൺഗ്രസ് പറയുന്നില്ല എന്ന് പറയുമ്പോൾ, ഇന്നിപ്പോൾ പ്രിയങ്ക ഗാന്ധി CAA എന്ന് തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട് പ്രസംഗത്തിൽ. അപ്പോൾ ആ പരാതി അവിടെ അവസാനിക്കുന്നുണ്ട് എന്നൊരു ചോദ്യം കൂടിയുണ്ട്. നിങ്ങൾ എന്താണോ അവർ ചെയ്തില്ല എന്ന് പറയുന്നത് അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നേരത്തെ നൌഷാദ് അലി പറഞ്ഞത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഖണ്ഡിക്കാം. പക്ഷെ മതനിരപേക്ഷത ഇല്ലാത്തൊരു വ്യക്തി എന്ന നിലയ്ക്ക് നിങ്ങൾ രാഹുൽ ഗാന്ധിയെ കാണുന്നുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചുകൂടെ? എന്താണ് രാഹുൽ ഗാന്ധിയെ പറ്റി നിങ്ങളുടെ റീഡിംഗ് എന്താണ്? ഞാൻ സ്മൃതി ഇങ്ങനെ ഈ കിടന്നിടത്ത് തന്നെ ഉരുളാൻ ശ്രമിക്കരുത്. ഞാൻ കൃത്യമായിട്ടും വ്യക്തമായിട്ടുമാണ് പറയുന്നത്. അതായത് കോൺഗ്രസിനെ ഉൾപ്പെടെയുള്ള ജനാധിപത്യ മതനിരപേക്ഷ ശക്തികളെയെല്ലാം ചേർത്തുകൊണ്ട് എല്ലാ BJP ഇതര കക്ഷികളെയും ചേർത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾ നോക്കൂ, അങ്ങനെയാണെങ്കിൽ താങ്കൾ ചോദിക്കുന്ന പോലെയാണെങ്കിൽ ഇന്നലെ 98-ൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വാജ്പേയിയുടെ ഗവൺമെന്റ്, അന്ന് BJP-യുടെ ആ ഗവൺമെന്റിൽ പങ്കാളികളായിരുന്ന ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇന്നിപ്പോ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലേ? ആ ഇന്ത്യ മുന്നണിയുടെ നേരത്തെ BJP-യുമായി സഖ്യത്തിലേർപ്പെട്ട ആ പ്രസ്ഥാനങ്ങളെ കൂടി ചേർത്തുകൊണ്ടല്ലേ ഇന്ന് BJP ഇതര മുന്നണി വന്നിരിക്കുന്നത്. CPM അവരുടെ കൂടെ സഹകരിക്കുന്നില്ലേ? ഇന്ത്യ മുന്നണിയിൽ സഹകരിക്കുന്നു എന്നതിനൊപ്പം കേരളത്തിന് പുറത്ത് നിങ്ങൾ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പിന്തുണയോടെ മത്സരിച്ച് ജയിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വസ്തുത കൂടിയുണ്ടല്ലോ. ഇന്നലത്തെ സീക്കാറിലെ സാഹചര്യം രാജസ്ഥാനിൽ
അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ? നിങ്ങൾ എത്ര സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ പിന്തുണയോടെയാണ് നിങ്ങൾ മത്സരിക്കുന്നത്, വിജയിക്കാൻ ശ്രമിക്കുന്നത്? 300-ലേറെ സീറ്റുകളിൽ മത്സരിക്കുന്നു കോൺഗ്രസ്. നിങ്ങൾ ഈ സഖ്യത്തിന്റെ ഭാഗമായി നിന്ന് 51 സീറ്റിൽ മത്സരിക്കുന്നു. അപ്പോൾ 300-ലേറെ സീറ്റിൽ മത്സരിക്കുന്ന ഒരു പാർട്ടിയുടെ മതനിരപേക്ഷതയിൽ നിങ്ങൾ സംശയം പ്രകടിപ്പിക്കുകയാണ് ആ സഖ്യത്തിൽ നിന്നുകൊണ്ട്, ശ്രീ VP മുസ്തഫ. അല്ല, അത് പ്രകടിപ്പിക്കുന്നതിൽ ഒരു വസ്തുത ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, മതനിരപേക്ഷ നിലപാട് ഉറച്ചെടുക്കുന്നതിൽ കോൺഗ്രസിനുള്ള ഈ അഴകുഴമ്പൻ സമീപനത്തെ CPM വിമർശിക്കുന്നതിൽ കാരണം എന്താ? കോൺഗ്രസും CPM-ഉം ഒരു കൂട്ടായ്മയിലായിരിക്കുമ്പോഴും രണ്ട് വ്യത്യസ്ത പാർട്ടികളാ. അതിന്റെ നിലപാടുകളില്ലേ? ഇങ്ങനെ താങ്കൾ പറയുമ്പോൾ സിക്കറിൽ നിന്ന് നിങ്ങൾ കോൺഗ്രസിന്റെ വോട്ട് വാങ്ങിച്ച് ജയിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമില്ലേ, ഇവിടെ കോൺഗ്രസിനെയും ലീഗിനെയും UDF-നെ തോൽപ്പിച്ചിട്ട് വന്ന CPM അല്ലേ അവിടെ കോൺഗ്രസിനും ലീഗിനും പിന്തുണ കൊടുക്കുന്നത്? നേരത്തെ AK ആന്റണി 1ാം UPA ഗവൺമെന്റിൽ മന്ത്രിയായത് എങ്ങനെയാ? നേരത്തെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ UPA ഗവൺമെന്റിൽ മന്ത്രിയായത് എങ്ങനെയാ? അഹമ്മദ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി മുസ്ലിം ലീഗിന് ഒരു മന്ത്രിസ്ഥാനം. ഇപ്പൊ ആ ലീഗിന്റെ പച്ചക്കൊടി ഉയർത്താനായി ഇവർക്ക് വിഷമം. പക്ഷെ ആ ലീഗിന്റെ നേതാവിനെ IUML എന്ന പേരിൽ ജയിച്ചു പോയ നേതാവിനെ പിന്തുണച്ചതാരാ? അല്ല, സ്മൃതി ഒന്ന് പൂർത്തിയാക്കാൻ അനുവദിക്കണം. അങ്ങനെ അപ്പൊ അതുകൊണ്ട് ഈ സിക്കർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മാത്രമാണ് കോൺഗ്രസിന്റെ പിന്തുണ വാങ്ങിക്കുന്നത്, തിരിച്ച് CPM അങ്ങോട്ടൊന്നും ചെയ്യുന്നില്ല എന്ന് കരുതുന്നത്. CPM കോൺഗ്രസിനെ തോൽപ്പിച്ച് വന്നിട്ടുള്ള CPM MP-മാർ അത് ബംഗാളിൽ നിന്നും കേരളത്തിൽ നിന്നും എല്ലാം അന്ന് കോൺഗ്രസിനാണ് പിന്തുണ കൊടുത്തിട്ടുള്ളത്. അവരെ ഭരിച്ചിട്ടുണ്ട്. ഇവിടെ നേരത്തെ നൗഷാദ് അലി പറഞ്ഞ ഒരു യുക്തി കൂടി കാണേണ്ടതില്ലേ? അദ്ദേഹം എന്താ പറഞ്ഞത്? എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണം എന്ന ചോദ്യം ആശങ്ക ഉയരുന്നു. അത് അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ചിദംബരം കേന്ദ്ര മന്ത്രിസ്ഥാനത്തിരുന്ന് നടത്തിയ അഴിമതിയുടെ പേരിലല്ലേ ചിദംബരത്തെ ജയിലിലടച്ചത്? നൗഷാദാണ് പറഞ്ഞത് ചിദംബരത്തെ ജയിലിലടച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്തേ മൻമോഹൻ സിംഗിനെ ജയിലിലടക്കാതിരുന്നത്? ശരി, ശ്രീ VP മുസ്തഫ, നമ്മൾ മാത്രം സംസാരിച്ചുകൊണ്ട് ചർച്ച മുന്നോട്ട് പോകില്ല. പക്ഷേ താങ്കളുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവ് പിണറായി വിജയന്റെ ഈ പ്രതികരണങ്ങൾ ആരാണ് അപ്പുറത്ത് ഏറ്റെടുക്കുന്നതെന്നും, ഇന്ന് മഹാരാഷ്ട്രയിലെ ചിന്തോഡിൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഇവിടുത്തെ സഖ്യത്തെ പരിഹസിച്ചത് മോദിയാണ് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങളുടെ മുന്നിലുണ്ടല്ലോ. അപ്പോൾ ആർക്കാണ് അതിന്റെ ഉപയോഗം എന്നുള്ള കാര്യം നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം നൗഷാദ് അലിയിലേക്ക്. ശ്രീ KP നൗഷാദ് അലി, ഇപ്പോൾ എന്തുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നത് ഏറ്റവും വലിയ രാഷ്ട്രീയ വിഡ്ഢിത്തമാണ് എന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് മോദിയാണ്. മോദി അത് ത്രിപുര പ്രസംഗത്തിൽ ഉപയോഗിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ദേശീയ തലത്തിൽ തന്നെ പിണറായി വിജയന്റെയും രാഹുൽ ഗാന്ധിയുടെയും പ്രസംഗങ്ങൾ എടുത്ത് ഉപയോഗിക്കുകയാണ് നരേന്ദ്രമോദി. അതിന് സാഹചര്യം ആദ്യമുണ്ടാക്കിയത് ഇവിടെ രാഹുൽ ഗാന്ധിയാണ്. ഒരിക്കലുമല്ല സ്മൃതി, നിങ്ങളത് ആവർത്തിക്കരുത്. കാരണം ഞാൻ നേരത്തെ അത് വളരെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാണ്. കഴിഞ്ഞ ഒരു മാസത്തിലേറെയായിട്ട് രാഹുൽ ഗാന്ധിക്ക് നിലപാടില്ല എന്നൊരുപാട് കാര്യങ്ങളിൽ പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് കടന്നു വന്ന ആദ്യ ദിവസം അദ്ദേഹം പിണറായി വിജയനെതിരെ മൃദുസ്വരം ഉയർത്തിയ വാർത്ത പത്രത്തിൽ വന്നിട്ട് പോലും തങ്ങളുടെ വാദം തിരുത്താതെ മുന്നോട്ട് പോയപ്പോൾ രാഹുൽ ഗാന്ധി നിർബന്ധിതനായതാണ് തൻ്റെ ഭാഗം വിശദീകരിക്കാൻ. കാരണം അദ്ദേഹം ഇവിടെയാണ് മത്സരിക്കുന്നത്, വയനാട്. അപ്പോൾ അത് ഞാൻ നേരത്തെ വിശദീകരിച്ചാണ്. ഇനി മറ്റൊരു കാര്യം ഞാൻ പറയുന്നത്, ഇന്നൊക്കെ ഇപ്പോൾ പിണറായി വിജയനും അതുപോലെ തന്നെ EP ജയരാജനൊക്കെ പറയുന്നത് സ്വയം അവർ തന്നെ ഒന്ന് ആലോചിക്കണം, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ അത് വളരെ ഗൗരവമായിട്ടത് പരിശോധിക്കണം. കാരണം രാഹുൽ ഗാന്ധി എന്നൊരു വ്യക്തി, അദ്ദേഹം ഇന്ന് ഈ ഫാസിസത്തിനും ജനാധിപത്യ വിരുദ്ധതക്കുമെതിരായ ഇന്ത്യയിലെ പോരാട്ടത്തിൻ്റെ ഒരു പ്രതീകമാണ്. ആ കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഞാൻ ഒന്ന് രണ്ട് ചെറിയ ഉദാഹരണം പറയാം. കാരണം എല്ലാ കാലത്തും നെഹ്റു കുടുംബത്തിൻ്റെ ആത്യന്തിക വിമർശകനായിരുന്നു രാമചന്ദ്ര ഗുഹ. അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം രാഹുൽ ഗാന്ധിയോടുള്ള എല്ലാ എതിർപ്പുകളും ഈ സാഹചര്യത്തിൽ അവസാനിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ കരങ്ങൾക്ക് ശക്തി പകരേണ്ടത് ഈ കാലത്തിൻ്റെ ആവശ്യമാണ് എന്നും പ്രഖ്യാപിച്ച ഒരാളാണ്. സമാനമായിട്ട് ഈ 2G സ്പെക്ട്രം വിഷയം, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്ന ആ ഒരു സ്ട്രീമിനെയൊക്കെ വലിയ തോതിൽ റൊമാൻറ്റിസൈസ് ചെയ്ത് കാൽപ്പനിക ഭാവങ്ങളോടെ 10,000 കോടിയുടെ അഴിമതിയൊക്കെ ആയിട്ട് ചിത്രീകരിച്ച് ഈ അണ്ണാ ഹസാരയുടെയും അരവിന്ദ് കെജ്രിവാളിൻ്റെയും കിരൺ ബേദിയുടെയും ബൃന്ദ കാരാട്ടിൻ്റെയൊക്കെ കൂടെ RSSകാർ സ്പോൺസർ ചെയ്ത സമരത്തിൻ്റെ ഭാഗമായിരുന്നു പ്രശാന്ത് ഭൂഷൺ. ആ പ്രശാന്ത് ഭൂഷൺ പോലും ഇന്ന് തൻ്റെ പഴയ തെറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധി എന്ന പ്രതീകത്തിന് പുറകിൽ അണിനിരക്കുകയാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ധീരമായി യാതൊരു തരത്തിലുള്ള ഭയപ്പാടുമില്ലാതെ സംഘ് പരിവാറിൻ്റെ കരാളഹസ്തങ്ങൾ ചെന്നെത്തുന്ന എല്ലാ ഇടങ്ങളിലും കൃത്യമായി പ്രതിരോധം രാഹുൽ ഗാന്ധി തീർക്കുകയാണ്. വലിയൊരു സാമൂഹിക വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യം കൂടി രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്നുണ്ട്. കിത്തനി ആബാദി ഹെ ഉത്തനി ഹക്ക്
എന്ന രാഹുൽ ഗാന്ധിയുടെ ഒരു വലിയ പ്രഖ്യാപനമുണ്ട്. എത്രയാണോ നിങ്ങളുടെ ജനസംഖ്യാ പ്രാതിനിധ്യം അത്രയാണ് നിങ്ങൾക്കുള്ള അവകാശം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ പിന്നോക്ക കീഴാള ദളിത് വിഭാഗത്തെ കൂടി ന്യൂനപക്ഷ വിഭാഗത്തെ കൂടി ചേർത്ത് പിടിച്ച് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്നൊരു രാഷ്ട്രീയം, അതിനെ കോൺഗ്രസിൻ്റെ സർക്കിളുകളൊക്കെ ഭേദിച്ചുകൊണ്ടുള്ള വലിയ പിന്തുണ രാജ്യത്ത് അഭൂതപൂർവമായി ലഭിക്കുന്നൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ സംഘപരിവാറിനോട് ചേർത്തൊട്ടിക്കുന്നൊരു പണിയൊക്കെ പിണറായി വിജയൻ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി അണികൾക്ക് പോലും അത് ദഹിക്കില്ല എന്നുള്ള കാര്യം വളരെ കൃത്യമാണ്. പിന്നെ ഇ.പി. ജയരാജൻ്റെ പാലും പാൽപ്പൊടിയും ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. കാരണം എനിക്കത് മറുപടി പറയാൻ താല്പര്യമുണ്ട്. കാരണം അത് CPM-ൻ്റെ മുമ്പിൽ ഒരു ആയുധവുമില്ലാതെ ഒരു സമ്പൂർണ്ണമായി കീഴടങ്ങുന്ന വാക്കുകളാണ് ജയരാജൻ പറഞ്ഞത്. പിന്നെ അദ്ദേഹത്തിനൊക്കെ നമുക്ക് അത്ര ഗൗരവം കൊടുത്താൽ മതി, വെറുതെ സമയം കളയണമെന്ന് കരുതി ഞാനത് ഒഴിവാക്കിയാണ്. കാരണം കുറച്ചുകൂടി ഗൗരവതരമായിട്ട് നമ്മുടെ ഡിബേറ്റ് പോകണമല്ലോ. ഇവിടെ പിണറായി വിജയൻ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തെ എവിടെ കൊണ്ടു ചെന്ന് എത്തിക്കുമെന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നമുക്ക് വ്യക്തമാക്കി തരും. അപ്പോൾ നിങ്ങൾ പറയും രാഹുൽ ഗാന്ധി പറഞ്ഞോണ്ടല്ലേ പറഞ്ഞത് എന്ന്. രാഹുൽ ഗാന്ധിയെ കൊണ്ട് പറയിപ്പിച്ചതാണ്. പഴയൊരു മുഹമ്മദ് റാഫിൻ്റെ പാട്ട് പോലെ യെ പീത്താ നഹീ ഹേ പിലായി ഗൈ ഹേ എന്ന ഒരു പാട്ടിലെ അവസാന ഒരു വരിയുണ്ട്, പിന്നെ ഒരു ശരാബ് ഒക്കെ മദ്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതുപോലെ ഇത് രാഹുൽ ഗാന്ധി പറഞ്ഞതല്ല, അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചതാണ്. അത്തരത്തിൽ ആരാണ് ഇവിടുത്തെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളാണോ എന്നൊരു സംശയം കൂടിയുണ്ട് ശ്രീ നൗഷാദ് അലി. അല്ല, അതല്ലല്ലോ സ്മൃതി. കാരണം ഇവിടെ പിണറായി വിജയനും MV ഗോവിന്ദനും നേരിട്ട് നേതൃത്വം നൽകി. രാഹുൽ ഗാന്ധിക്ക് CAA-ൽ നിലപാടില്ല, രാഹുൽ ഗാന്ധിക്ക് UCC-യിൽ നിലപാടില്ല, രാഹുൽ ഗാന്ധിക്ക് 370-ൽ നിലപാടില്ല, രാഹുൽ ഗാന്ധിക്ക് മൈനോറിറ്റി വിഷയങ്ങളിൽ നിലപാടില്ല എന്ന് ആവർത്തിച്ച് ഒരു മാസക്കാലമായിട്ട് അവർ പറഞ്ഞുകൊണ്ടേയിരുന്നല്ലോ കേരളത്തിൽ. അത് രാഹുൽ ഗാന്ധി കേട്ടിട്ടും അദ്ദേഹം അതിന് മറുപടി പറയാൻ തുനിഞ്ഞില്ല. പിണറായി വിജയനോട് മൃദു സമീപനമാണ് പുലർത്തിയത്. നോമിനേഷൻ കൊടുക്കാൻ കൽപ്പറ്റ വന്ന അവസരത്തിലും ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ വയനാട്ടിലെ പര്യടനത്തിലും ഒക്കെ അദ്ദേഹം അതിനോട് മൃദു സമീപനമാണ് പുലർത്തിയത്. അടുത്ത ദിവസമാണ് രാഹുൽ ഗാന്ധി തിരിച്ചു പ്രതികരിച്ചത്. കാരണം രാഹുൽ ഗാന്ധിക്ക് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കണ്ടേ. CAA-ൽ നിലപാടില്ല എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്ന് കേരളത്തിലെ വയനാട്ടിലെ വോട്ടർമാരെ ബോധിപ്പിക്കേണ്ട ആവശ്യം സ്ഥാനാർത്ഥിയായ രാഹുൽ ഗാന്ധിക്കില്ലേ? UCC-ലും 370-ലൊക്കെ സമാനമായ പിന്നെ ബാധ്യത രാഹുൽ ഗാന്ധിക്കുണ്ട്. അത് അദ്ദേഹം നിറവേറ്റി. അത് നിറവേറ്റിയപ്പോൾ വീണ്ടും രൂക്ഷമായ പിന്നെ വാക്കുകളും വാദങ്ങളുമായിട്ട് പിണറായി വിജയൻ കടന്നു വരുന്നു. ഇന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം, കഴിഞ്ഞ ദിവസം അദ്ദേഹം രാഹുൽ ഗാന്ധിക്കെതിരെ BJP-ക്കാർ ഉരുണ്ടുകൂട്ടിയ 10,000-കണക്കിന് ആളുകളെ ആറക്ക ശമ്പളം കൊടുത്ത് മാസങ്ങളോളം അധ്വാനിപ്പിച്ച് രാഹുൽ ഗാന്ധിക്ക് ചാർത്തി കൊടുത്ത പരിഹാസ മുദ്രയൊക്കെ പിണറായി വിജയൻ അവർ പോലും മറന്നൊരു വേളയിൽ എടുത്തുയർത്തിപ്പിടിക്കുന്നു. ഇപ്പം ഇന്ന് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹത്തിന് സംഘപരിവാറുമായിട്ട് ചേർന്നു പോകുന്ന രീതിയാണ്, ശൈലിയാണ്, മതനിരപേക്ഷതയോട് അദ്ദേഹത്തിന് ബന്ധമില്ല. ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ? പിണറായി വിജയൻ്റെ വീട്ടുകാർ വിശ്വസിക്കുമോ? സഹധർമ്മിണി വിശ്വസിക്കുമോ? കാരണം ലോകത്തേക്ക് ഇന്ത്യയിലേക്ക് കണ്ണും കാതും തുറന്നു വെച്ചിരിക്കുന്ന ആരും വിശ്വസിക്കുകയില്ല. ഏക അവലംബമായിട്ട് എല്ലാ കാലത്തും രാഹുലിനെയും നെഹ്റു ഫാമിലിയെയും വിമർശിച്ചവർ വരെ രാഹുൽ ഗാന്ധിയെ കാണുന്നൊരു കാലം വന്നെത്തി. അതിന് പ്രത്യേകിച്ചിട്ട് പിന്നെ രാഹുൽ ഗാന്ധിയുടെ ഒരു അഭൂതപൂർവമായ അനിതര സാധാരണമായ കഴിവുകൾ കാരണം എന്നൊന്നും ഞാൻ ഇവിടെ പർവ്വതീകരിച്ച് പറയുന്നില്ല. ഞാൻ പറയുന്നത് രാഹുൽ ഗാന്ധി മാത്രമാണ് ധീരമായി, സ്ഥായിയായി, നോൺ കോംപ്രമൈസിംഗ് ആയിട്ട് ഈ സംഘപരിവാർ സിദ്ധാന്തങ്ങളോടും സർക്കാരിനോടും പോരാടുന്നത്, യുദ്ധം ചെയ്യുന്നത്. അല്ലാതെ മോദിയെപ്പോലെ അമാനുഷികനായതുകൊണ്ടല്ല. അവർ BJP-ക്കാർ ചിത്രീകരിക്കും പോലെ രാഹുൽ ഗാന്ധിയെ ചിത്രീകരിക്കാൻ ഞാൻ മെനക്കിടുന്നില്ല. കാരണം രാഹുൽ ഗാന്ധിയുടെ നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി, അദ്ദേഹത്തിൻ്റെ വാക്ക്, അതിനോടുള്ള അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത, സ്വയം അർപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ത്യാഗസന്നദ്ധത ഈ സംഘപരിവാർ പൊളിറ്റിക്സിനെതിരെ അത് അദ്ദേഹം തെളിയിച്ചതാണ്. 10,000-കണക്കിന് കിലോമീറ്ററൊക്കെ സ്വതന്ത്ര ഇന്ത്യയിൽ ഇദ്ദേഹത്തെ പോലെ നടന്ന് തീർത്ത് സ്നേഹത്തിൻ്റെ കട തുറക്കും, വിദ്വേഷ പുക മാറ്റിയെടുക്കുമെന്നൊക്കെ പറഞ്ഞൊരു മനുഷ്യൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് ആഗ്രഹിക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തോട് ഒരു അനുഭാവം പുലർത്തി പിന്തുണച്ച് മുന്നോട്ട് പോകും. അത്തരമൊരു സാഹചര്യം സംഘപരിവാർ വിരുദ്ധ മുഴുവൻ പൊളിറ്റിക്കൽ ഹാൻഡിലുകളിൽ നിന്നും ഇന്നുണ്ട് സ്മൃതി. അത് കേരളത്തിലെ ജനങ്ങൾക്കും അറിയാം. അവിടെ രാഹുൽ ഗാന്ധിയെ സംഘപരിവാറിനോട് ചേർത്ത് കെട്ടുമ്പോൾ ഇല്ലാതാകുന്നത് പിണറായി വിജയന്റെ വിശ്വാസ്യതയാണ്. അത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ 26-ാം തീയതി കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി. ഗണേഷ്, ഇപ്പോൾ പല കാര്യങ്ങളിലും BJP-യും CPM-ഉം തമ്മിൽ ഒത്തുകളിയുണ്ട് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. പ്രിയങ്കയുടെ പ്രസംഗത്തിൽ കൊടകര വിഷയം വീണ്ടും കടന്നു വരികയാണ്. കൊടകരയിൽ ഒത്തുതീർപ്പുണ്ടായിരിക്കുന്നു. ഇപ്പോൾ കൊടകരയിൽ നിങ്ങൾക്ക് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണവും നടക്കുന്നില്ല. അപ്പോൾ അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല, അതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒരു പറഞ്ഞതിന് മറുപടി പറയട്ടെ, എന്നിട്ട് പറയാം. ഇവിടെ അമൂൽ ബേബി എന്ന് രാഹുൽ ഗാന്ധിയെ വിളിച്ചത് BJP-ക്കാരോ അല്ലെങ്കിൽ ഞങ്ങളുടെ ആളുകളോ അല്ല.
നമുക്കറിയാം നമ്മുടെ പഴയ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ തന്നെയാണ് അമൂൽ ബേബി എന്ന് പറയുന്നത്. ഇന്ന് പിണറായി വിജയൻ പറഞ്ഞ പാലും കുപ്പി, അല്ലെങ്കിൽ നമ്മുടെ EP ജയരാജൻ പറഞ്ഞ പാലും കുപ്പി പ്രയോഗം, ഈ പാലും കുപ്പികളൊക്കെ എന്ത് ജനാധിപത്യത്തെ സംരക്ഷിക്കുന്ന എനിക്ക് മനസ്സിലായില്ല. ഈ പാലും കുപ്പിയുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ഇന്ത്യയിൽ ജനാധിപത്യത്തെ ധ്വംസനം നടന്നത് എന്ന് ഇന്ന് ഓർമ്മപ്പെടുത്തിയത് ആരാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ എന്തൊക്കെയോ പ്രതീകം എന്നൊക്കെ നൗഷാദ് അലി പറഞ്ഞു. ശരിക്കും നല്ല പ്രതീകം. കർണാടക എന്തായാലും ഭരിക്കുകയാണ്, നന്ദിനി പാൽ അവിടെയുണ്ട്. ആ നന്ദിനി പാലിന്റെ പ്രതീകമാക്കിയിട്ട് വെക്കാം രാഹുൽ ഗാന്ധിയെ പറ്റും എന്നല്ലാതെ കേരളത്തിലെ ജനങ്ങൾക്കും അറിയാം. നൗഷാദ് അലി, കഴിഞ്ഞ വർഷം തവണ നിങ്ങൾ മാധ്യമങ്ങളൊക്കെ കൊടുത്ത ഹൈപ്പും വലിയ പ്രചരണവും ഒക്കെ വലിയ തോതിൽ അനുകൂലമായൊരു ഘടകം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് വയനാട്ടിലെ ജനങ്ങൾക്ക് രാഹുൽ ഗാന്ധിയെ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. അവിടുത്തെ അടിസ്ഥാനപരമായ പല പ്രശ്നങ്ങളിലും ഒന്ന് ഇടപെടാൻ പോലും സാധിക്കാത്ത ആളാണ് രാഹുൽ ഗാന്ധി എന്ന് വയനാട്ടിലെ ജനത തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ വയനാട്ടിലെ ജനതയ്ക്ക് എല്ലാം അറിയാം രാഹുൽ ഗാന്ധി എന്താണ് എന്നത്. കാരണം രാഹുൽ ഗാന്ധിയുടെ വരവ് ഏതെങ്കിലും പൊറോട്ട കഴിക്കാനോ ഏതെങ്കിലും പൊടിച്ചായ കുടിക്കാനോ അല്ലാതെ വേറെ ഒന്നിനും രാഹുൽ ഗാന്ധിയെ കിട്ടില്ല എന്ന് വയനാട്ടിലെ ജനങ്ങൾക്ക് പോലും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ വയനാട്ടിലെ എന്താ പറയുക മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിയെ ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ പ്രതീകം എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ചിരിക്കുകയല്ലാതെ വേറെ ഒന്നും ചെയ്യില്ല എന്നതാണ് ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, കൊടകര കേസ് അന്വേഷിക്കും. അങ്ങനെ ഒരു കേസുണ്ടോ? എൻ്റെ അറിവിൽ അങ്ങനെ ഒരു കേസില്ല. അങ്ങനെ കേസ് ഉണ്ടെന്ന് എൻ്റെ അറിവിലില്ല. ഇനി നിങ്ങൾക്ക് അറിയില്ല, എനിക്കറിയില്ല. എന്റെ അറിവിൽ അങ്ങനെ കേസില്ല. കൊടകര കേസ് പുലർച്ചെ തൃശൂർ കൊടകരയിൽ വെച്ച് വാഹനാപകടമുണ്ടാക്കി കവർച്ചയുണ്ടായി, 25 ലക്ഷം രൂപ നഷ്ടമായി എന്നായിരുന്നു പരാതി. അത് BJPക്കുള്ള പണമായിരുന്നെന്നും 3.5 കോടി ഉണ്ടായിരുന്നെന്നും കണ്ടെത്തി. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി BJP കേരളത്തിൽ 2021 മാർച്ച് 5 മുതൽ ഏപ്രിൽ 5 വരെ 41.4 കോടി വിതരണം ചെയ്തുവെന്നാണ് പോലീസിന്റെ കുറ്റപത്രം. ഇവിടുത്തെ കുറ്റപത്രം 23 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ ഉൾപ്പെടെ 19 നേതാക്കൾ സാക്ഷികളാണ്. എന്നാൽ കേസിന്റെ രണ്ടാം ഘട്ടത്തിൽ അന്വേഷണം മെല്ലെയായി. മുതിർന്ന BJP നേതാക്കളെ പറയട്ടെ അന്വേഷണം മെല്ലെയായി. മുതിർന്ന BJP നേതാക്കളെ കേസിൽ പ്രതികളാക്കിയില്ല. ഇതാണ് ഉയർന്നിരുന്ന ആരോപണം. അന്വേഷണ തലവനെയും ഇടയ്ക്കെന്ന് മാറ്റി. 2021 ഏപ്രിൽ 7 രജിസ്റ്റർ ചെയ്ത കേസിൽ 2021 ജൂൺ 1 തന്നെ എല്ലാ വിവരങ്ങളും അന്വേഷണ രേഖകളും EDക്ക് പോലീസ് കൈമാറി. അപ്പോൾ കേസുണ്ട്, EDക്ക് കൈമാറിയിട്ടുണ്ട്. EDക്ക് അനക്കമില്ല. അല്ല, അതിൽ ആരാ BJPക്കാർ അതിൽ പ്രതികൾ എനിക്ക് മനസ്സിലായില്ല. എൻ്റെ അറിവിൽ അങ്ങനെ ഒരു BJPക്കാരനും അതിൽ പ്രതിയായിട്ടുണ്ട് എൻ്റെ അറിവിലില്ല. സ്മൃതിക്ക് അറിയോന്ന് എനിക്കറിയില്ല. എൻ്റെ അറിവിൽ ഒരു BJPക്കാരനും അങ്ങനെ ഒരു കേസിൽ പ്രതിയായിട്ടില്ല. എന്റെ അറിവ് എന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്ന നിങ്ങൾ പറഞ്ഞ സാക്ഷികളായിട്ട് കേസ് അല്ല എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ ഒരു കേസില്ല. അല്ല, കൊടകര കേസില്ല എന്നല്ല, കൊടകര കേസില്ല എന്ന് എനിക്കറിയാം. അങ്ങനെ ഒരു കേസ് ഉണ്ടായി എൻ്റെ അറിവിലില്ല. അങ്ങനെ അന്വേഷണം നടക്കുന്നുണ്ട്, എനിക്കറിയില്ല. കേസ് ഉണ്ടെങ്കിൽ കാണിക്കട്ടെ. BJPക്കാർ പ്രതികളായിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ. ഞാൻ ചോദിക്കട്ടെ, പ്രിയങ്ക ഗാന്ധി ചോദിക്കുമ്പോൾ എന്താണ് മറുപടി? അല്ല, അവർ പറയട്ടെ. അവരുടെ പോലീസല്ല അന്വേഷിക്കുന്നത്. അവരുടെ പോലീസ് അന്വേഷിച്ചിട്ട് കൈമാറിയെന്നേ. കൊടകര കേസിൽ പോലീസ് അവരെ പോലീസാണ്. ഞങ്ങൾ കേരളത്തിലെ പോലീസാണല്ലോ അന്വേഷിക്കുന്നത്. അന്വേഷിക്കട്ടെ. കൂടി പറഞ്ഞാൽ പുള്ളിക്ക് പറയാൻ എളുപ്പമായിരിക്കും. അല്ല, ഞാൻ പറഞ്ഞത് BJPക്കാർ ആരൊക്കെയാണ് അതിൽ പ്രതികൾ എന്ന് അവർ പറയട്ടെ. അവരുടെ പോലീസല്ലേ, ആരൊക്കെയാണ് പ്രതികൾ എന്നും കൂടി അവർ പറയട്ടെ. എൻ്റെ അറിവിൽ ഒരു BJPക്കാരനും അങ്ങനെ ഒരു കേസിൽ പ്രതിയായിട്ടില്ല. ശ്രീ മുസ്തഫ, പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കാര്യം, കൊടകര കേസ് പോലീസ് സ്വമേധയാ എടുത്ത കേസല്ല. കൊടകര കേസ് എന്ന് പറയുന്നത് ആ പണം കൊണ്ടുപോയിരുന്ന വാഹനം, അതിന്റെ ഉടമ, അതുമായി ബന്ധപ്പെട്ട ആളുകൾ പോലീസിൽ കൊടുത്ത പരാതിയാണ്. ആ കൊടുത്ത പരാതിയിൽ 25 ലക്ഷം നഷ്ടപ്പെട്ടു എന്നാണ് ഉണ്ടായിരുന്നത്. പോലീസ് അന്വേഷണത്തിലാണ്. BJPക്കാരല്ല. അല്ല, അത് ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ കണ്ണുപൊട്ടന്മാരാക്കാന്നേ ഉള്ളൂ. യുവമോർച്ചയുടെ ഭാരവാഹികൾ അതിലുണ്ട്. K സുരേന്ദ്രന്റെ ഡ്രൈവർ പോകട്ടെ. പക്ഷേ ആ കേസിൽ പോലീസ് കൈമാറിയ വിശദാംശങ്ങൾ വെച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ED അന്വേഷണത്തിന് മുതിരാത്തത്? അതാണ് അവിടെ വരുന്ന പ്രധാനപ്പെട്ട വിഷയം. ആദ്യത്തെ ചോദ്യം സംസ്ഥാന സർക്കാരിനോട് തന്നെയാണ്. ശ്രീ VP മുസ്തഫ, എന്തുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥരെ പാതി വഴിയിൽ മാറ്റി? അന്വേഷണം അല്പം വൈകിയതിനു ശേഷമാണ്, പിന്നീടാണ് വിമർശനം ശക്തമായപ്പോഴാണ് പിന്നീടാണ് EDക്ക് കൈമാറിയത്. അതിലാണ് നിങ്ങൾക്കിടയിൽ ഒത്തുകളി എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ
കേരളത്തിൽ എല്ലാ കേസുകളിലും ഒരേ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണോ അന്വേഷണം നടത്തുന്നത്? കേസ് ഫ്രെയിം ചെയ്യുമ്പോൾ ഒരാളുണ്ടാകും, കുറ്റപത്രം നൽകുമ്പോൾ മറ്റൊരാളാകും ഉണ്ടാവുക. അത് പോലീസിനകത്ത്, കാരണം 3 വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ ഇത്ര ടേം കഴിയുമ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥലം മാറ്റവും മറ്റു പ്രശ്നങ്ങളും അല്ലെങ്കിൽ അവർക്കെതിരെ വരുന്ന മറ്റ് അലിഗേഷൻസ്, ഇതൊക്കെ വെച്ചുകൊണ്ടുള്ള സ്ഥലം മാറ്റങ്ങൾ, അവരുടെ തന്നെ സ്ഥലം മാറ്റത്തിനുള്ള അപേക്ഷകൾ, അതൊക്കെ വന്നുകൊണ്ടുള്ള സ്ഥലം മാറ്റമാണ്. അല്ലാതെ ബോധപൂർവം ഏതെങ്കിലും ഒരു കേസിൽ നിന്ന് ഒരു ഒത്തുതീർപ്പിന്റെയോ അഡ്ജസ്റ്റ്മെന്റിന്റെയോ ഭാഗമായിട്ട് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെയും മാറ്റിയിട്ടില്ല. ആ നിൽക്കുന്ന വിഷയം അവിടെയാണ്. പക്ഷെ ഇവിടെ നൗഷാദ് അലി പറഞ്ഞിട്ടുള്ള ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുകൂടി 1-2 വാചകങ്ങൾ പറഞ്ഞ് ഞാൻ പോവാം. ഇവിടെ പിണറായിയും ഗോവിന്ദ മാഷും വിമർശിച്ചത് കൊണ്ടാണ്, രാഹുൽ ഗാന്ധിയെ പിണറായിയും ഗോവിന്ദ മാഷും വിമർശിച്ചത് കൊണ്ടാണ് അദ്ദേഹം പറയാൻ നിർബന്ധിതനായത്. കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണം എന്ന് ഡൽഹിയിലെ കോൺഗ്രസ് ആവശ്യപ്പെട്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പൊ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യണം എന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചത് ഇവിടെ രാഹുൽ ഗാന്ധിയെ വിമർശിച്ചതിന്റെ മറുപടിയായിട്ടാണ്. ഡൽഹിയിൽ നിങ്ങൾ പറഞ്ഞല്ലോ, കോൺഗ്രസ് ആവശ്യപ്പെട്ടല്ലോ, നിങ്ങളുടെ അവിടുത്തെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ശക്തമായ ആവശ്യമായിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ ഉപമുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തപ്പോൾ കോൺഗ്രസ് അല്ലേ ഉന്നയിച്ചത്, BJP അല്ലല്ലോ. എന്തേ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാത്തതെന്ന് നിങ്ങൾ എടുക്കുന്ന നിലപാടിതല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ സങ്കുചിത താല്പര്യത്തിന്റെ ഭാഗമായിട്ട് കോൺഗ്രസിനേക്കാൾ മേലെ മറ്റു പ്രസ്ഥാനങ്ങൾ വളർന്നു വരുന്നു എന്നുള്ളത് കൊണ്ടല്ലേ? നിങ്ങൾ പറയുന്നത് കേട്ടാൽ കോൺഗ്രസിന്റെ നേതാക്കളെ ഇതിനു മുമ്പ് CPM വിമർശിച്ചിട്ടില്ലേ? ഇന്ദിരാഗാന്ധി പ്രിവി പേഴ്സ് നിർത്തലാക്കിയപ്പോൾ, ബാങ്ക് രാഷ്ട്രവൽക്കരണം കൊണ്ടുവന്നപ്പോൾ സാക്ഷാൽ AKG ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി കൈപൊക്കി. എന്നാൽ ആ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കൊണ്ടുവന്നപ്പോൾ പെൺ ഹിറ്റ്ലർ എന്ന് അവരെ വിശേഷിപ്പിച്ചത് മുസ്തഫ, ഇത് ഏതാണ് സമയമെന്നും ഈ തെരഞ്ഞെടുപ്പില്ലെങ്കിൽ ഇനി അങ്ങോട്ട് തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന് തന്നെ സംശയിക്കുന്ന, നിങ്ങൾ തന്നെ സംശയിക്കുന്ന ഒരു പ്രത്യേക കാലം, ആ കാലത്ത് നിങ്ങൾ ഏത് സമയത്ത് ഇത് ഉന്നയിക്കുന്നു എന്നുള്ള ചോദ്യമാണല്ലോ ഉയരുന്നത്. മദ്യനയവുമായി ബന്ധപ്പെട്ട് നേരത്തെ ആ ചോദ്യം ഉയർന്നിട്ടുണ്ടാകാം. പക്ഷേ ഇപ്പോൾ അറസ്റ്റ് ചെയ്തതിനെയാണ് വിമർശിക്കുന്നതെന്ന് കൃത്യമായി അന്ന് പ്രതികരിച്ചതാണ് ഇന്ത്യ മുന്നണിയിലെ എല്ലാ നേതാക്കളും, നിങ്ങൾ അടക്കമുള്ളവർ. റിപ്പോർട്ടർ ചാനൽ പോലെ തന്നെ വിശ്വാസ്യതയുള്ള മറ്റൊരു ദേശീയ മാധ്യമമാണല്ലോ ഇന്ത്യൻ എക്സ്പ്രസ്. അതിനകത്ത് വന്ന വാർത്ത എന്താ? കഴിഞ്ഞ ദിവസം ഈ കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയുടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയപ്പോൾ CAA പിൻവലിക്കും എന്ന വാഗ്ദാനം ഉണ്ടാകണം, അത് ശക്തമായിട്ടുണ്ടായിരുന്നു. എവിടെയാണ് അത് ഫൈനലൈസ് ചെയ്യുമ്പോൾ ആ വാചകം ഇല്ലാതെ പോയത്? അതല്ലേ പ്രശ്നം. ശരി, അങ്ങനെയെങ്കിൽ നൗഷാദ് അലി ആ ബലഹീനത എന്താണെന്ന് വിശദീകരിക്കൂ. നൗഷാദ് അലി, നമ്മുടെ സമയം കഴിയുകയാണ്. ഇതിങ്ങനെ ഈ CAA ആവർത്തിച്ച് പറയുന്നത് കൊണ്ട് നിങ്ങൾ പുറത്ത് പ്രസംഗിക്കുന്നതല്ല, നിങ്ങളുടെ പ്രകടന പത്രികയിൽ എന്തുകൊണ്ട് അതില്ല എന്ന് നിങ്ങളുടെ ദൗർബല്യമാണോ എന്നൊന്ന് വിശദീകരിക്കൂ നൗഷാദ് അലി. അവിടെ ഒരു സെമിനാറിന് വിളിച്ചപ്പോൾ ആ സെമിനാറിൽ അതുകൊണ്ട് നിങ്ങൾ വളരെ ഗൗരവമായിട്ട് കാണേണ്ട സമീപനമാണ്. കണ്ടുകൊണ്ട് വേണം പോകാൻ. ശരി മുസ്തഫ, ഞാൻ പറഞ്ഞോട്ടെ. ശ്രീ മുസ്തഫ, പറയാനുള്ള സമയം കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ ഈ CAA UCC 370 അടക്കമുള്ള ഭരണഘടനാ വിരുദ്ധമായ BJPയുടെ മുഴുവൻ നിയമങ്ങളും ഞങ്ങൾ പൊളിച്ചു പണിയും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത്രക്ക് സ്പഷ്ടമായിട്ട് ഭരണഘടനാ വിരുദ്ധ നിയമങ്ങളെ ഒന്നടങ്കം ഞങ്ങൾ സ്ക്രാപ്പ് ചെയ്യുമെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അത് പറഞ്ഞില്ല ഇത് പറഞ്ഞില്ല എന്നൊക്കെ പറയുന്നത് ബാലിശമാണ്. ഇവിടെ ബിരിയാണി കഴിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ കൂടെ അച്ചാർ കഴിച്ചില്ല, നിങ്ങൾ അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് വെള്ളമുണ്ട് അത് പറഞ്ഞില്ല, ഒരല്പം സാലഡ് ഉണ്ട് അത് പറഞ്ഞില്ല എന്നൊക്കെ പറയുന്നത് പോലെ ഞങ്ങൾ മൊത്തത്തിൽ ഇത് പറഞ്ഞു കഴിഞ്ഞതാണ്. ഭരണഘടനാ വിരുദ്ധമായ മുഴുവൻ നിയമങ്ങളും ഞങ്ങൾ BJPയുടെ സമ്പൂർണമായ ഭരണഘടനാ വിരുദ്ധമായ മുഴുവൻ നിയമങ്ങളും. പിന്നെ CAAക്കെതിരെയുള്ള ഞങ്ങളുടെ നിലപാടൊക്കെ പ്രസ്താവ്യമാണ്, സുവിദിതമാണ്, സുവ്യക്തമാണ്, പിന്നെ സുതാര്യമാണ്, അത് ദുർഗ്രാഹ്യമല്ല. അത് കേരളത്തിനും ഇന്ത്യക്കും ബോധ്യമുള്ള കാര്യമാണ്. ഞങ്ങളെ വലിയ ന്യൂനപക്ഷ പ്രീണന പാർട്ടിയായിട്ട് ഇന്ത്യ രാജ്യം മുഴുവൻ BJP കൊണ്ടാടുന്നു. ഇവിടെ CPM നിർഭാഗ്യവശാൽ ഞങ്ങളെ ന്യൂനപക്ഷ വിരുദ്ധരാക്കിയിട്ട് മൃദു ഹിന്ദുത്വ പാർട്ടിയായിട്ട് ചിത്രീകരിക്കുന്നു. ഇതൊക്കെ ഞങ്ങളുടെ ഒരു യോഗമാണ്. ഇങ്ങനെ രണ്ടു കൂട്ടരും വിവിധ കോൺട്രാവേഴ്സികൾ പ്രതിരോധിക്കുക എന്നുള്ളത്. ഞങ്ങൾ ഇതിനൊക്കെ മറികടന്ന് തുഴഞ്ഞ് മുന്നോട്ട് പോകും. ഞങ്ങൾ വിജയതീരമണിയും. കാരണം കഴിഞ്ഞ ദിവസം നടന്ന 102 സീറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 70 സീറ്റുകളോളം ഇന്ത്യ മുന്നണി നേടുമെന്നാണ് ഇന്റേണൽ സർവേ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിട്ടുള്ളത്. നമുക്ക് കാണാം ആരാ ജയിക്കാന്ന്.
ശരി, പാൽക്കുപ്പി പ്രയോഗമൊക്കെ സ്മൃതി, ഇപ്പോൾ ഒരൊറ്റ കാര്യം, പ്രവർത്തകരും സ്മൃതി, ഒരൊറ്റ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഇത് തന്നെയാണോ വിഷയം, രാഹുലാണോ പ്രധാന എതിരാളി എന്നുള്ളത് വരും ദിവസങ്ങളിൽ, ഇനിയിപ്പോൾ 5 ദിവസമാണല്ലോ ഉള്ളത്, നമുക്ക് നോക്കാം അടുത്ത ദിവസം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.